ഹലോ, ഞാൻ നിങ്ങളുടെ അയാന അമ്മു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീണ്ടും ഒരു പുതിയ കഥയായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് കഥയിലേക്ക് പോയാലോ. ഞാൻ മഹേഷ് കൃഷ്ണൻ എന്നാണ് ഫുൾ നെയിം. കൃഷ്ണൻ അച്ഛനാണേലും ആ പേരിലെ സ്വഭാവം മൊത്തം എനിക്ക് കിട്ടിയേക്കുന്നതാണ് കൂട്ടുകാരൊക്കെ പറയാറ്. അതുകൊണ്ട് തന്നെ +2 തട്ടിമുട്ടി പാസ്സായി. അടുത്ത എന്തെന്ന ചോദ്യത്തിന് മറുപടിയായി വീട്ടിൽ നിന്നും കർശനായിട്ടൊരു ഓർഡർ, അച്ഛൻ്റെ ഭാഗത്തു നിന്നും. അവസാനമായിട്ട് നിനക്ക് വേണ്ടി പൈസ ചിലവാക്കും, ഇനി പഠിക്കേണ്ടത് നിൻ്റെ കടമ. അങ്ങനെ ഊര് വിട്ട് എൻജിനീയറിങ്ങിന് തമിഴ്നാട്ടിലൊരു പൊട്ട കോളേജിൽ കൊണ്ടാക്കി എന്നെ. എൻ്റെ വീട്ടുകാർ തന്നെ ഇതാദ്യമായിട്ടാണ് വീട് മാറി നിൽക്കുന്നത്. ഹോസ്റ്റലിലാണെങ്കിൽ എല്ലാവന്മാരും ഒരു പഠിപ്പ് ലുക്ക്. അങ്ങനെ മടുപ്പോടെ തുടങ്ങി കോളേജ് ലൈഫ്. ക്ലാസ് തുടങ്ങി രണ്ടിൻ്റെ അന്ന് തന്നെ അവരവരുടെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ ഇരിപ്പിടങ്ങൾ റെഡിയാക്കുകയായിരുന്നു HOD. ഞാൻ മനസ്സിലാലോചിച്ചു, ദൈവമേ ഇത് ദൂരെ കോളേജാ, വന്ന് പെട്ടുപോയല്ലോ എന്ന്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് മനു മോഹനെ കാണുന്നത്. എൻ്റെ അടുത്തായി അവൻ വന്നിരുന്നു. ഞാനൊന്ന് ചിരിച്ചു. എന്താ പേര്? മനു മോഹൻ. അവൻ പറഞ്ഞു, ഞാൻ മഹേഷ് കൃഷ്ണൻ. ഒരു ചിരി വെറുതെ കളഞ്ഞു. ഈ ജാടത്തിൻ്റെ കൂടെയാണോ ഇനി ഇരിക്കേണ്ടതെന്ന് ആലോചിച്ച് പൊളിഞ്ഞിരിക്കുമ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നത്. എൻജിനീയറിങ് കെമിസ്ട്രി. ബോർഡിൽ ഹെഡിങ് തെളിഞ്ഞതും മനസ്സിലപ്പോൾ ഉറങ്ങാനുള്ള ടൈമായി എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഉന്തിത്തള്ളി ആ പീരീഡ് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ ഒന്ന് നോക്കി. അവൻ എന്നെയും. ഞാനൊന്ന് ചിരിച്ചു. അവൻ അതേ വേവ്ലെങ്തിൽ തിരിച്ചു. മനു ബ്രോ, എന്തെങ്കിലും മനസ്സിലായോ? പിന്നെ ഇത് കെമിസ്ട്രി അല്ലേ? ഉണ്ട, അതെല്ലാവർക്കും അറിയാം. പഠിപ്പിച്ചത് വല്ലതും തലേക്ക് അറിയുമെന്നാണ് ചോദിച്ചേ. അവൻ അന്നേരം ഒരു ചിരി പാസ്സാക്കി. ഞാനും ചിരിച്ചുപോയി. പിന്നെ എന്തിനാണോ ഇയാൾ ആദ്യം ഷോ ഇറക്കി ചോദിച്ചപ്പോൾ ചുമ്മാ തുടക്കമല്ലേ, പഠിക്കാതെ കരുതി എന്ന് മറുപടി. മിസ്റ്റർ മനു മോഹൻ കൊടുകൈ. അങ്ങനെ ഞങ്ങൾ നല്ല കിട്ടുപോണ്ടായി. മനു മോഹൻ, അവനെക്കുറിച്ച് പറയാനാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകൻ. അച്ഛൻ മോഹൻ ഗൾഫിലാണ്, അമ്മ ലേഖ ഹൗസ് വൈഫും. മനു കാണാൻ എൻ്റെ അത്രയൊന്നും പൊക്കവും തടിയൊന്നും ഇല്ല. കണ്ടാലേതോ ആഹാരമില്ലാത്ത വീട്ടിലേതോ തോന്നിപ്പോവും. പക്ഷെ ആൾ നല്ല ഫുഡ് അടിയാണ്. കഴിക്കുന്നതും ശരീരത്തിൽ പിടിക്കാത്തതാന്ന് പിന്നെയാണ് മനസ്സിലായേ. അവൻ്റെ വീട് കേരള തമിഴ്നാട് ബോർഡറിലാണ്. അതുകൊണ്ട് തന്നെ ആളെ ഡെയിലി വീട്ടിൽ പോയി വരും. കോളേജിൽ ആ ഒരൊറ്റ കാര്യത്തിലായിരുന്നു എനിക്ക് അവനോട് അസൂയ. ആദ്യത്തെ 2 സെമസ്റ്റർ കഴിഞ്ഞു പോയ വഴി അറിഞ്ഞതേയില്ല. അപ്പോഴേക്കും ഞാനും അവന് കട്ട ചങ്സായി. പൈസ കൊടുത്ത് പഠിക്കുന്നത് കൊണ്ടാണോ അതോ രക്ഷപ്പെടണമെന്ന് ചിന്ത ഉള്ളത് കൊണ്ടാണോന്നറിയില്ല. എക്സാമിൻ്റെ തലേന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ച് എക്സാമൊക്കെ എഴുതി റിസൾട്ട് വന്നപ്പോൾ 12 പേപ്പറിൽ എനിക്കൊരു സപ്ലി വീണു. അവന് 3. 2 പേരുടെ വീടുകളിലും പ്രശ്നമായി. അതിനിടയ്ക്കാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ച സംഭവം ഉണ്ടായത്. അച്ഛന് സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് തളർന്നുപോയി. ലീവായിരുന്നത് കൊണ്ടും ഞാൻ വീട്ടിലുണ്ടായത് കൊണ്ടും കൃത്യ ടൈമിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ജീവന് വലിയ ആപത്തില്ലാണ്ട് തിരികെ കിട്ടുകയും ചെയ്തു അച്ഛനെ. പൈസ ഒരുപാട് ചിലവാക്കി. അമ്മയുടെ സ്വർണ്ണമൊക്കെ വിറ്റ് വലിയ മെച്ചമൊന്നുമില്ലാതായപ്പോൾ വീട്ടിൽ തിരികെ കൊണ്ടാക്കി. ചിലപ്പോഴുള്ള അമ്മയുടെ വിഷമം കാണുമ്പോൾ അച്ഛൻ്റെ വയ്യാകെ കാലം. ആദ്യം എൻ്റെ പഠിത്തം ഇനി എങ്ങനെയെന്നായിരുന്നു. പുറത്തേക്കിറങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് മനുവിൻ്റെ കോൾ. അച്ഛനെങ്ങനെയുണ്ട്? എന്ത് പറയാനാടാ, അതിന് നീ ഇങ്ങനെ തന്നെ കിടപ്പാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഉള്ളി കരഞ്ഞു തുടങ്ങി. എൻ്റെ ഒച്ച മാറിയപ്പോൾ അവൻ പറഞ്ഞു, വിഷമിക്കാതാളിയാ, എല്ലാം ശരിയാകുമെന്ന്. എടാ മനു, ഞാൻ പഠിത്തം നിർത്താൻ പോവാടാ. പറ്റില്ല ഈ അവസ്ഥ. കോളേജ് ഫീ, പിന്നെ ഹോസ്റ്റൽ ഫീ, ഫുഡ് ഒക്കെ കൂടി എനിക്ക് കൂട്ടിയാൽ കൂടില്ല. എടാ നീ അപ്സെറ്റ് ആകാതെ, നീ ഒരു സ്റ്റഡി ലോൺ എടുക്ക്. കോളേജ് ഫീ അതിലൊക്കെ പൊക്കോളും. പിന്നെ ഉള്ളത് ഹോസ്റ്റൽ ഫീ, പിന്നെ ഫുഡ്. ഞാൻ നോക്കട്ടെ, നീ ഫോൺ വെച്ചേ, ഞാൻ വിളിക്കാം. അവൻ ഫോൺ കട്ടാക്കി. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു തുടങ്ങി, അവൻ എന്ത് നോക്കാനാ? ഒരു സാധാരണക്കാരന് ഒരു അസുഖം വന്നാൽ എല്ലാം കഴിഞ്ഞു. അവൻ്റെ കുട്ടികൾ, ഭാര്യ, എല്ലാവരുടെ കാര്യവും പിന്നെ കണക്കാ. റൂമിൽ പോയി കണ്ണാടി നോക്കിയപ്പോൾ കണ്ണൊക്കെ വീക്കി ചുവന്നിരപ്പുണ്ട്. ശരീരമൊക്കെ ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോഴും
ശരീരത്തിൻ്റെ ഒരു മതിപ്പിന് കോട്ടം തട്ടിയിട്ടില്ല. അങ്ങനെ ഒന്ന് കിടന്ന് മയങ്ങിപ്പോയി. വീണ്ടും ഫോൺ ബെല്ല് വരുന്ന നോക്കിയപ്പോൾ ആരാ? മനു. ഡാ മഹി, നീ എങ്ങനെയുള്ള ഒരു സ്റ്റഡി ലോൺ എടുക്ക്. ഹോസ്റ്റൽ വീട് തൽക്കാലം എൻ്റെ വീട്ടിൽ നിൽക്കാം. നീ ഒന്ന് പോയാടാ, തമാശ പറയാൻ പറ്റിയ ടൈമാണല്ലോ ഇത്. ഞാനെന്തിനാടാ ഈ അവസ്ഥ തമാശ പറയണേ? ഞാനുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ വീട്ടിലൊക്കെ സംസാരിച്ചു, അവർക്കൊക്കെ ഓക്കെയാടാ. ആർക്ക്? എടാ, അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മ കുറച്ച് ആലോചിച്ചു, എന്നിട്ട് ചോദിച്ചു രണ്ടാളും പഠിക്കുമോ അതോ ഉഴപ്പുമെന്ന്. ഞാൻ അമ്മയോട് പറഞ്ഞു, അവനുള്ളതുകൊണ്ട് ഇത്രയും പേപ്പറെങ്കിലും പാസ്സായി, അവനിവിടെ ഉണ്ടെങ്കിൽ ഒരുമിച്ചുണ്ടെങ്കിൽ പഠിച്ച് എല്ലാം പാസ്സാവുന്നു. അപ്പം അമ്മ ഓക്കെ പറഞ്ഞു. പിന്നെ കഴിഞ്ഞ തവണ പ്രോഗ്രസ് മീറ്റിങ്ങിന് വന്നപ്പോൾ നിന്നെ പരിചയപ്പെടുത്തിയില്ലേ? അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു, മുമ്പത്തെ കൂട്ടുകാരെ പോലെയല്ല, അവനെ കണ്ടാൽ ഒരു മെനയും നല്ല വീട്ടിലുള്ളതാണെന്നും പറയുന്നു. അവൻ തുടർന്നു, എടാ അമ്മ എന്നിട്ട് അച്ഛനോട് പറഞ്ഞു. അമ്മ ഓക്കെയാണ്. പിന്നെ അച്ഛനെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എടാ എങ്കിലും എന്താടാ? നീ തന്നെ പറയും, ആ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? നീ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഉച്ചയ്ക്ക് ക്ലാസ്സിൽ നിന്ന് ആർത്തിയോടെ കഴിച്ചിട്ടില്ലേ? ആ പൊട്ട ക്യാൻറ്റീനിലെ ഫുഡ് മതിയായില്ലേ? അപ്പോൾ നീ ഇങ്ങനെ പോലെ വേറെ ഒന്നും പറയണ്ട. ഫോണ് കട്ടാക്കി. അന്ന് രാത്രി ഫുൾ ഞാൻ ആലോചിച്ചു, പോണോ പോണ്ടയോ? ദൈവമായിട്ട് കാണിച്ചെന്ന വഴിയാകാം, അങ്ങനെ പോകാം, പഠിച്ചാലേ രക്ഷയുള്ളൂ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീട്ടിൽ പിറ്റേന്ന് കാര്യം അവതരിപ്പിച്ചു. ആദ്യം വേണ്ട, ആരുടെങ്കിലും വീട്ടിൽ പോയി ഒന്നുമില്ലാത്തവനെ പോലെ താമസിക്കാനാണോ നിന്നെ ഇതുവരെ വളർത്തിയെന്ന് ഫുക്കത്തടിച്ച് അമ്മയുടെ മറുപടി. ഞാൻ പഠിത്തം നിർത്താം. അയ്യോ അങ്ങനല്ല. പിന്നെങ്ങനെ? പഠിച്ചാൽ നല്ലൊരു ജോലി കിട്ടും. പിന്നെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവർ നല്ല ആൾക്കാരായത് കൊണ്ടാണ് ഇങ്ങനൊരു വഴി എനിക്കായി തന്നത്. ഞാൻ പോവും. എല്ലാം കേട്ട് അച്ഛൻ കരയുകയായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, എല്ലാം ശരിയാക്കും. ഞാൻ പഠിച്ച് വലിയൊരാളാകും. ലോണിനുള്ള നൂലാമാലകളൊക്കെ കഴിഞ്ഞ് അടുത്ത സമയം തുടങ്ങാറായപ്പോൾ ഞാൻ വീട് വിട്ടിറങ്ങി. ഒരിക്കലും ഇത്രയും വിഷമത്തോടെ ഞാൻ വീട് വിട്ടിറങ്ങിയിട്ടില്ല. മനസ്സിൽ പഠിക്കണമെന്നൊരു ചിന്ത മാത്രം. വൈകിട്ടായപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവൻ കൂട്ടിക്കൊണ്ടു പോകാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോയിൽ അവൻ്റെ വീട്ടിലെത്തി. അത്യാവശ്യം നല്ലൊരു വീട്, മുറ്റത്തൊരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ബൈക്കിരിപ്പുണ്ട്. ഞാൻ അവനോട് ചോദിച്ചു, ഇതുണ്ടായിട്ടാണോടാ നീ ഓട്ടോയിൽ വന്നേ? അവനൊന്ന് ചിരിച്ചുകൊണ്ട്, വണ്ടിയുണ്ടെന്നും പറഞ്ഞ് അത് ഓടിക്കാൻ ലൈസൻസ് വേണ്ടേ? പെട്ടെന്ന് എടുക്കടാ, ഇപ്പം എൻ്റെ കാര്യം കണ്ടില്ലേ? ഞാൻ അന്നേരം അവിടെ ഉണ്ടായത് കൊണ്ട് അച്ഛൻ്റെ ജീവനെങ്കിലും കിട്ടി. എൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി. പെട്ടെന്ന് ഡോറ് തുറക്കുന്ന ഒച്ച കേട്ട് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. മനുവിൻ്റെ അമ്മ ലേക്ക് ആൻറ്റി ആയിരുന്നു അത്. ബാമോനെ, എന്താ പുറത്തുതന്നെ നിൽക്കുന്നത്? ഡാ, മനുവിൻ്റെ ബാഗ് വാങ്ങി അകത്തോട്ട് കൊണ്ട് വെക്ക്. എന്നിട്ട് അകത്തോട്ട് കൈ കാണിച്ച് ചെല്ലാൻ പറഞ്ഞു എന്നോട്. ഞാൻ കണ്ണുകൾ തുടച്ച് അകത്തോട്ട് കയറി. അയ്യേ, ഇപ്പോൾ കരയുവാണോ ആൻറ്റി? അത് പിന്നെ നിങ്ങളുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഉരുളയ്ക്ക് ഉപ്പേരി കണക്കി പനുവിൻ്റെ വക തമാശ. എന്ത് സ്നേഹം? നിന്നോട് ആർക്കും സ്നേഹമൊന്നുമില്ല. നീയുണ്ട് എൻ്റെ പഠിത്തടക്കും, അതുകൊണ്ട് സമ്മതിച്ചതാ, അല്ലാണ്ട് എന്തു സ്നേഹം? ഞാൻ ഒന്നുകൂടെ കണ്ണീര് വാർത്തു. എനിക്കറിയാം അവൻ തമാശ പറഞ്ഞതാന്നു. ആൻറ്റി, എടാ മനു, സമയവും സന്ദർഭവും നോക്കി സംസാരിക്കും. നിന്റെ നാക്കിന് എല്ലില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പോഴോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? എനിക്കറിയാം ആൻറ്റി, അവൻ തമാശ പറഞ്ഞതാ. ഇപ്പോഴാശ്വാസമായി. ഞങ്ങൾ ഇവരെ പോലെ ആകും ഫ്രണ്ട്സും. എന്താ ആട്ടെ, പിന്നെ എന്തിനാ ഇങ്ങനെ കരയണേ? നിങ്ങളുടെ സ്നേഹം കണ്ടുപോയപ്പോൾ കറക്റ്റ് പോയതാ. അതൊക്കെ പോട്ടെ മോനെ, ഞങ്ങൾക്കറിയാം, നീ വിഷമിക്കണ്ട. നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? നിങ്ങളിരിക്ക്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യ അകത്തേക്കിട്ട് പോയി. അടുക്കള എവിടെയാകുമെന്ന് കരുതി ഞാനിങ്ങനെ ചുറ്റും നോക്കുന്നതിനിടയ്ക്ക്, എങ്ങനെയുണ്ട് വീട് മനു? കൊള്ളാടാ. ആദ്യം വല്ലതും കഴിക്കാനുണ്ടോയെന്ന് നോക്കട്ടെ. അവനും അകത്തോട്ട് പോയി. ഞാൻ ഹോളെല്ലാം ഒന്ന് നോക്കി. നല്ല വൃത്തിക്ക് ഒരുക്കിയിട്ടിട്ടുണ്ട്. അപ്പോഴാ ചുമരിലെ ഫ്രെയിം ചെയ്ത ചിത്രത്തിൽ എൻ്റെ കണ്ണുടക്കിയത്. ഒരു കുടുംബചിത്രം, മനു, ലേഖാൻറ്റി, പിന്നെ അവൻ്റെ അച്ഛൻ മോഹൻ. വെറുതെ അല്ല, ഇവൻ കഴിക്കുന്നതൊന്നും ശരീരത്തിൽ പിടിക്കാത്തത്. അച്ഛൻ്റെ മുറിച്ച മുറി, ആ കണ്ണടയും അതേ വണ്ണവും പൊക്കും, ഒരു ശോഷിച്ച ലുക്ക്. അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് ചായയുമായി ആൻറ്റി വന്നു. പിന്നാലെ
മനുവും. ആ മോനവിടെ എന്തെടുക്കുക? ഫാമിലി ഫോട്ടോ നോക്കി നിൽക്കുകയാണോ? ഞാൻ മനുവിൻ്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ നോക്കിയതാ. അച്ഛനും കണ്ണടയുണ്ടല്ലേ? ആടാ മഹി. ഉണ്ട്. അച്ഛൻ വക എനിക്കും അത് കിട്ടി. ആ ഇനി എന്താണാവോ ആ കാശണ്ടി കിട്ടുന്നത്? അവനൊരു മതിപ്പില്ലാണ്ട് അവൻ അച്ഛനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. പറഞ്ഞു തീരും മുന്നേ ആൻറ്റി മതി, ഇനി പൊക്കം പോരാ, വണ്ണമില്ല, മുടി അങ്ങനെയാകും, കണ്ണടയിൽ കാഴ്ച കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിദേശത്തുള്ള അച്ഛൻ്റെ മെക്കിട്ട് കയറിക്കോ. മനു എന്നോടായിട്ട് പറഞ്ഞു, ഒന്നുമില്ലെങ്കിലും അമ്മയുടെ നിറയെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഇത് അതുമില്ല. ശരിയാ, ലേഖാൻ്റെ വെളുത്തിട്ടാ. മനു അവൻ്റെ അച്ഛനെ പോലെ ഇരുനിറം. ആൻറ്റിയുടെ മകനാണെന്ന് പറയുകയില്ല. ആൻറ്റി ആ ചായ കുടിക്ക്, എന്നിട്ട് ഫ്രഷായി വാ, ഞാൻ കഴിക്കാൻ റെഡിയാക്കാം. വാടാ, മുകളിലെ റൂം, നിനക്കായിട്ടൊരു റൂം തന്നെ റെഡിയാക്കി എടുത്തു. അതൊക്കെ വേണ്ടായിരുന്നു, ഞാൻ എവിടെയെങ്കിലും കിടക്കാം, അല്ലേ പനുവിൻ്റെ. പറഞ്ഞു തീരും മുന്നേ മോനെ വെറുതെ ഒന്നും ആലോചിച്ച് തലക്ക് പുകയ്ക്കണ്ട. ആ റൂം കാലിയാണ്. പിന്നെ അവൻ്റെ റൂം ചെറുതാ, ഒരു സിംഗിൾ ബെഡ് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ അതവൻ്റെ കോട്ടയെന്നാ പറയുന്നേ. വൃത്തിയുമില്ല വെടുപ്പുമില്ല. പിന്നെ ആളിങ്ങനെ ആണേലും നല്ല കൂർക്കം വലിയ. അച്ഛനെ തോപ്പിക്കും അക്കാര്യത്തിൽ. പറഞ്ഞു കഴിഞ്ഞതും മരുവും ഉരുളക്കുപ്പേരി പോലെ വീണ്ടും. കുറച്ച് മുന്നെന്താ പറഞ്ഞേ? അച്ഛനെ മെക്കിട്ട് കയറണ്ടെന്നല്ലേ? ആ അമ്മ പോയി ഫുഡ് റെഡിയാക്കിയേ. എൻ്റെ മുറി, എൻ്റെ സ്വർഗം, അതിലാരും ഇടപെടണ്ട കേട്ടല്ലോ. എൻ്റെ ചെറു ചിരിയോടെ അടുക്കളയിലേക്ക് വീണ്ടും പോയി. അങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലെത്തി. കയറുമ്പോൾ അതിനടിയിലായി എന്നോണം ഒരു കോമൺ ബാത്റൂമിനെ ശ്രദ്ധിച്ചു. മുകളിൽ പോയി റൂമിൽ കയറി. ഒരു കുഞ്ഞു മുറി, ഒരു സിംഗിൾ ബെഡ്, ഒരു വാർഡ്രോബ്, അങ്ങനെ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മനു ചോദിച്ചു, എങ്ങനെയുണ്ടടാ? കൊള്ളാം. ഒരു ചിരിയോടെ ഞാൻ പറഞ്ഞു, ബാ ഇനി ഞാൻ എൻ്റെ സ്വർഗം കാണിച്ചു തരാം. അവൻ എന്നെയും കൂട്ടിക്കൊണ്ട് അവൻ്റെ റൂമിൽ പോയി. റൂം കണ്ട് ഞാൻ തന്നെ പറഞ്ഞു, ആഹാ എന്ത് നല്ല സ്വർഗം. എടാ കോപ്പ, ആ വിയർപ്പ് മാറുന്നില്ലടോ, ഇടയ്ക്കൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ? ചിൽ ബ്രോ, ദിസ് ഈസ് വാസന. ഞാൻ എന്നെക്കൊണ്ട് വന്ന മഴ തെറി വിളിപ്പിക്കണ്ട. ഇവിടെക്കാരുമാണ് എനിക്ക് സ്പേസ് വന്നിരുന്നെങ്കിൽ ഞാനായിട്ട് ഇറങ്ങിപ്പോയേന്. അവനൊരു നാണമില്ലാണ്ട് കണ്ണാടിക്കിടയിലൂടെ എന്നെ നോക്കി ചിരിച്ചു. ഡാ പിന്നെ നിൻ്റെ റൂമിൽ ബാത്റൂമില്ല, നീ എൻ്റെ യൂസ് ചെയ്തോ. എൻ്റെ പൊന്നെ, നിൻ്റെ മുറി ഇങ്ങനെ ആണെങ്കിലും ബാത്റൂം സ്വർഗത്തേക്കാൾ അടിപൊളിയായിരിക്കും. റിസ്ക് എടുക്കാൻ ഞാനില്ല. എങ്കിൽ ആ സ്റ്റെപ്പിനിടയിലുള്ള കോമൺ യൂസ് ചെയ്തോ. വലിയ സ്ഥലമൊന്നും പ്രതീക്ഷിക്കണ്ട, എന്നാലും അമ്മയൊന്നും ക്ലീൻ ചെയ്തിടുന്നതാ. ആ ഓക്കെ. അപ്പോഴേക്കും താഴെ ഹാളിൽ നിന്നും ലേഖാനിയുടെ വിളിയെത്തി. പിള്ളേരെ വായോ, ഫുഡ് റെഡിയാണ്. അവൻ താഴേക്ക് പോയി. ഞാനൊന്ന് ഫ്രഷാക്കാൻ വേണ്ടി ഇനി താഴെ പോകണമല്ലോ എന്നും വിചാരിച്ച് മടിച്ചെടുത്ത് ഓർത്തുണ്ടായിട്ട് താഴേക്ക് പോയി. മോനെ നീ ഫ്രഷ് ആയില്ലേ? ഇല്ല ആൻറ്റി, അവൻ്റെ മുറി കണ്ടപ്പോഴേ അവിടെ പോകണ്ടെന്ന് വെച്ചു. ഈ കോമൺ ബാത്റൂം യൂസ് ചെയ്തോട്ടെ. ഇതൊക്കെ ചോദിക്കാനുണ്ടോ? സ്വന്തം വീട് പോലെ കണ്ടോ? ഓക്കെ ആൻറ്റി. അകത്ത് കയറി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി കഴിക്കാനായിരുന്നു. കിച്ചനോട് അടുത്തായിട്ട് ഓപ്പൺ സ്പേസിലാണ് ഡൈനിങ് ഉള്ളത്. ഒരു മേശ പോലെ സ്ലാബുണ്ട്. കിച്ചണും ഹാളും വേർതിരിക്കുന്നതും അകത്ത് നിന്ന് ഫുഡ് അവിടെ വെക്കാം. അതേസമയം ഇപ്പുറത്ത് നിന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യും. ആഹാ കൊള്ളാലോ എന്ന് മനസ്സിൽ വിചാരിച്ച് വിഭവങ്ങൾ നോക്കി. ചപ്പാത്തിയും ചിക്കൻ കറിയും. മനു പത്രത്തിൻ്റെ മൂടി തുറന്ന് കത്തിയുടെ വാസന നോക്കുന്നുണ്ട്. പത്രമല്ല, സോറി പാത്രത്തിൻ്റെ. മനു, ഓഹോ ഗസ്റ്റ് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ അല്ലേ? ഞാൻ, അയ്യോ അനി, എനിക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും വെക്കണ്ടായിരുന്നു, എന്തായാലും മതിയിരിക്കും. മനു വെറുതെ പറയുന്നതാ മോനെ, ഇതൊക്കെ ഇവിടെ സ്ഥിരമുള്ളതാണ്. എന്നാ ഓക്കെ. മനസ്സിൽ കുറച്ചധികം കഴിക്കാൻ തോന്നിയെങ്കിലും രണ്ടെണ്ണത്തിൽ നിർത്തി. എന്നൊരു മടി പോലെ. ഒത്തിരി നിർബന്ധിച്ചിട്ടും ഞാൻ കഴിച്ചില്ല. മനു നല്ല തട്ടുന്നുണ്ട്. ഞാൻ കൈയും കഴുകി ആൻറ്റിയോട് ഗുഡ് നൈറ്റ് പറഞ്ഞു. അനു, ഡാ ഇപ്പോഴേ പോകുന്നു, ടി വി കണ്ടിട്ട് പോകാടാ. ആൻറ്റി യാത്രയൊക്കെ കഴിഞ്ഞു വന്നതല്ലേ, മോൻ പോയിക്കോ. ആ ഓക്കെ ആൻറ്റി. അവരോട് യാത്ര പറഞ്ഞ് റൂമിൽ പോയി കിടന്ന് ഫാൻ ഓണാക്കി ചെറിയ ഒച്ചയിൽ അത് കറങ്ങാൻ തുടങ്ങി. വലിയ സ്പീഡൊന്നുമില്ല, ഉപയോഗിക്കാതിരുന്നത് കൊണ്ടാകാം. മുകളിലത്തെ മുറിയായത് കൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. മനസ്സിൽ എന്തൊക്കെയോ ആലോചനകൾ ഓടിയെത്തി. അച്ഛൻ്റെ കാര്യം, വീട്ടിലെ ചിലവുകൾ, പഠിത്തം, മനുവിനും കുടുംബത്തിനും ഒരു ബാധ്യതയാണോ? അങ്ങനെ പലതും മനസ്സിനെ വല്ലാതെ അലട്ടി. ഒടുവിൽ എങ്ങനെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി.
എപ്പോഴോ ഉറക്കം പോയി എണ്ണീറ്റപ്പോൾ ഫാനിൻ്റെ ഒച്ചയേക്കാളും ഒച്ചത്തിൽ കൂർക്കം വലിക്കുന്നത് കേൾക്കാം. ഞാനൊന്ന് ഇറങ്ങി നോക്കി. മനു, ഇതെന്ത് കൂർക്കം വലിയ! കുടിക്കാൻ വെച്ചിരുന്ന കുപ്പിയിലെ വെള്ളം കുടിച്ച് തീർത്ത് ഒറ്റ വലിക്ക്. ഇനിയും ദാഹിച്ചാലോ? ഉള്ളിലൊരു ആശങ്ക. ഞാൻ താഴേക്ക് പോയി അടുക്കള ഭാഗത്തെ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് തിരികെ വരുമ്പോൾ ഒരു മുറിയിൽ വെളിച്ചമുണ്ട്. കതകിൻ്റെ അടിയിലൂടെ പ്രതിഫലിക്കുന്നുണ്ട്. ആൻറ്റി ഇനിയും ഉറങ്ങിയില്ലേ? അങ്ങോട്ടേക്ക് പോകണോ? മോശം. മനസ്സിൽ കല്ല് കയറി വന്ന് തിരികെ പോയി കിടന്നുറങ്ങി. രാവിലെ തുണി അലക്കുന്ന ഒച്ചയും പട്ടിയുടെ നിർത്താതുള്ള കുരയും കേട്ട് അവർക്ക് എഴുതിയിട്ട് ജനാല വഴി നോക്കിയപ്പോൾ ലേക്കാൻ്റെ തുണി അലക്കുന്നുണ്ട്. അപ്പുറത്തായിട്ടൊരു പട്ടിക്കൂട്. ഞാൻ താഴേക്ക് പോയി അന്യനെ കണ്ടതും മടിക്ക് തയ്ച്ച് നൈറ്റിന് നേരെ ഇട്ടു. ഒരു അന്യനെ കണ്ട പോലെ. ശരിയാ, ഞാനിപ്പോഴും പുറത്തുനിന്നുള്ള ആളല്ലേ. മോനെ എണ്ണീറ്റോ? ചായ എടുക്കട്ടെ? ഞാൻ പറഞ്ഞു, വേണ്ടാണ്ടി, ഈ പട്ടി എന്നാ എങ്ങനെ കുരയ്ക്കുന്നേ? മനുവിന് അലർജി ഉണ്ട് മോനെ. ഇതിലാരും എങ്ങനെയും പുറത്തിറക്കാറില്ല. പാവം, ഞാനൊന്ന് നോക്കട്ടെ. മോനെ, ആഴത്തിന് പെശക സൂക്ഷിക്കണേ. നോക്കട്ടെ. അവനാണെങ്കിൽ അമ്പിന് വിലും അടിക്കുന്നേയില്ല. ഞാൻ കൈയും കാലൊക്കെ കാണിച്ച് ഓരോ അടവിറക്കി. നോ രക്ഷ. കൂടുതൽ വരപ്പിക്കട്ട. അവൻ തക്കം കിട്ടിയാൽ എനിക്ക് പണി തരുമെന്ന് തോന്നി ഞാൻ തിരിഞ്ഞു നടന്നു. ഞാൻ പറഞ്ഞു, ആൻറ്റി, ഇതെന്താ അവൻ്റെ ഡ്രസ്സൊക്കെ അലക്കുന്നേ? മനു അവൻ്റെ തുണികൾ അലക്കില്ലേ? അവനൊരു മടിയനാ പോലെ. എന്ത് ചെയ്യാനാ? ഉറക്കെ എണീക്കുമ്പോൾ തന്നെ ഒരു നേരാകും. നാളെ ക്ലാസ് തുടങ്ങുമല്ലേ, ഉറങ്ങട്ടെ ഇന്നും കൂടെ. അപ്പുറത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ച് വ്യായാമം ചെയ്യാം. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ കുറച്ച് ബോഡി ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ലതാ മോനെ. ഇവിടെ ഒരുത്തന്നെ എന്നും അസുഖങ്ങൾ. ഇതൊക്കെ ചെയ്താൽ തന്നെ പകുതി അസുഖങ്ങൾ പോകും. ഓക്കെ ആൻറ്റി, ഞാൻ അപ്പുറത്തെങ്ങാനും പോയി ചെയ്യാം. ഓക്കെ. ഞാൻ അപ്പുറത്തേക്ക് മാറി കുറച്ച് കസരത്തൊക്കെ കാണിച്ചു തുടങ്ങി. ആൻറ്റി മനസ്സിൽ ചിന്തിച്ചു, ആ മഹിമോൻ നല്ല ചുറുചുറുക്കൂടെ നിൽക്കുന്നു. എൻ്റെ സ്വന്തതയ്ക്ക് വല്ലതും തിന്നാൻ കൊടുത്താൽ തിന്നും, ഫോണിൽ കുത്തും, ഉറങ്ങും. ഇനി എന്താണോ ദൈവമേ നല്ല ബുദ്ധി അവന് തോന്നിക്കുന്നത്. അങ്ങനെ തുണിയലക്കൊക്കെ കഴിഞ്ഞ് ഇനി ചെക്കന് വല്ലതും കഴിക്കാൻ കൊടുക്കാമെന്നായി. അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീടിൻ്റെ അപ്പുറത്തേക്ക് മഹിയെ തിരക്കിക്കൊണ്ട് ലേക്ക പോകുന്നു. ആൻറ്റി, മോനെ മഹി, മതി, കഴിക്കാം. പോയി ബ്രഷൊക്കെ ചെയ്തിട്ട് വാ. ആൻറ്റി. മഹിയെ കണ്ടതും ലേഖ മനസ്സിൽ, ഇവൻ ആള് കൊള്ളാലോ, നല്ല ബോഡിയുണ്ട്, ഈ ചെറുപ്രായത്തിലെ നല്ല വരഞ്ഞു വെച്ച പോലെ. മോനെ, നീ അവനെ കൂടെ ഒന്ന് ഉണർത്തിയേക്ക്. ഓക്കെ ആൻറ്റി. അതും പറഞ്ഞുകൊണ്ട് മഹി നേരെ മനുവിനെ ഉണർത്താനായി റൂമിലേക്ക് പോയി. മനു, പോങ്ങ, എണ്ണീക്കടാ. അവനെ വിളിച്ചുണർത്തി ഞാൻ താഴേക്ക് പോയി ബ്രഷൊക്കെ ചെയ്ത് കഴിക്കാനായിട്ടിരുന്നു. അടുക്കളയിൽ ആൻറ്റി എന്തൊക്കെ ഫുഡ് പാത്രങ്ങളിലെടുത്ത് വെക്കുന്നുണ്ട്. ആൻറ്റി ഒരു വൈറ്റ് കളർ നൈറ്റി ഇട്ടേക്കണേ. ഞാൻ കാലിൽ നോക്കി. സ്വർണ്ണ കൊലുസ് കാണാം. കാലൊക്കെ നല്ല വൃത്തിയുണ്ട്, നല്ലോണം മുടിയുണ്ട്. അതൊന്ന് മുതുകത്ത് വെച്ച് കെട്ടിയിട്ടേക്കുന്നുണ്ട്. അയച്ചിട്ടാൽ നല്ല നീളം ഉണ്ടാകും. എന്തായാലും നല്ലോണം മുടിയുണ്ട്. നല്ല സ്ത്രീത്വമുള്ള മുഖം ആൻറ്റിക്ക്. അത് അന്ന് പ്രോഗ്രസ് മീറ്റിങ്ങിന് വന്നപ്പോഴെനിക്ക് തോന്നിയതാണ്. നല്ല അടക്കം ഒതുക്കമൊക്കെ സ്വഭാവത്തിലുണ്ടെന്ന് ആർക്കായും തോന്നിപ്പോക്കുന്ന രൂപവും ഡ്രസ്സിങ്ങുമാണ് ആൻറ്റിയുടേത്. അതൊരു ക്രീം കളർ സാരിയായിരുന്നു വേഷം. അതേ കളർ പോലെ നല്ല രീതിക്ക് സാരിയൊക്കെ ഉടുത്തിറങ്ങിയായിരുന്നു അന്നും വന്നിരുന്നത്. ഇപ്പോൾ ആൻറ്റി പാത്രങ്ങളുമായിട്ട് നേരെ ചിരിച്ചുകൊണ്ട് വന്നു. എന്ത് നല്ല ശരിയാ. അധികം വട്ടവുമല്ല നീളത്തിലും അല്ലാത്ത മുഖം. കണ്ണൊക്കെ എഴുതുമെന്ന് തോന്നുന്നു. ബട്ട് അത്രയ്ക്ക് കട്ടിക്ക് പുറമെ കാണാൻ പറ്റുന്നില്ല. നല്ല ഒത്തിങ്ങിയ ശരീരം, അധികം പ്രായം തോന്നിക്കില്ല. പിന്നെ മറ്റേതൊക്കെ നല്ല രീതിക്കുണ്ട്. പെട്ടെന്ന് പുറകിലേക്കൊരു അടി വീണത്. നീ സ്വപ്നം കാണുവാണോ? ഇല്ലടാ, ഞാൻ ഓരോന്ന് ആലോചിച്ചിട്ട്. കഴിക്ക്. പുട്ടും കടലയുണ്ട്, പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ചൂടാക്കിയതുണ്ട്, ഇഷ്ടമുള്ളത് കഴിച്ചോ, ആൻറ്റി പറഞ്ഞു. ഞാൻ കടലെടുത്ത് കഴിക്കാൻ തുടങ്ങി. വലിയ പോസൊന്നും കാണിക്കേണ്ട മോനെ, ചിക്കൻ എടുത്ത് കഴിക്കി. കണ്ണാടിക്കിടയിലൂടെ കണ്ണും തള്ളിയൊരു പറച്ചിൽ. ആരാ? ലവൻ, മനു. ആൻറ്റി ചിരിച്ചു. ഞാൻ ആദ്യം ഒന്ന് പഠിച്ചു, എന്നിട്ടെടുത്ത് കഴിച്ചു. അങ്ങനെ ഫുഡടിയും തമാശയും വിശേഷങ്ങളൊക്കെ അന്നങ്ങോട്ട് പോയി. ക്ലാസ് തുടങ്ങി ഓരോ ദിവസങ്ങളായി സ്പീഡിൽ പോകാൻ തുടങ്ങി.
ബൈക്കിലാണ് പോകുന്നത്. ഞാൻ ഓടിക്കും. കോളേജ് കഴിഞ്ഞ് വന്നാൽ പിന്നെ ഞാൻ ഫുള്ള് പഠിത്തം. വീട്ടുകാരെ ആലോചിക്കുമ്പോൾ ഉഴപ്പൊക്കെ തനിയെ മാറാൻ തുടങ്ങി. ആദ്യത്തെ ഒരാഴ്ചത്തെ ഉത്സാഹം മനു വിട്ടുപഠിത്തം ഒരു വഴിയാക്കി. പബ്ജി കളിച്ച് കിടന്നുറങ്ങും. ഞാൻ മിക്കവാറും 11 വരെ പഠിക്കും. അങ്ങനെ ഒരു ഡേ വെള്ളം എടുക്കാൻ താഴേക്ക് പോയപ്പോൾ ആൻറ്റിയുടെ മുറി വെളിച്ചം കാണാം. എത്ര നേരമായിട്ടും ആൻറ്റി ഉറങ്ങിയില്ലേ? മനസ്സിൽ എന്തൊക്കെയോ കയറി വന്നു. ഒരെണ്ണമ്മയെ പോലെ ഒരു പാവ സ്ത്രീ. തിരികെ പോകാൻ സ്റ്റെപ്പ് കയറിയപ്പോൾ ആൻറ്റിയുടെ തോട് തുറക്കുന്നൊരു ഒച്ച കേട്ടു. ആൻറ്റി, എന്താ മോനെ, ഉറങ്ങിയില്ലേ? ഇല്ല ആൻറ്റി, വെള്ളം എടുക്കാൻ വന്നതാ. അവൻ ഉറങ്ങിയല്ലേ? കൂർക്ക് ഇവിടെ വരെ കേൾക്കാം. അവൻ പഠിച്ചു, എന്നിട്ടാ ഉറങ്ങി. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു വെച്ചു. ഇല്ലെങ്കിൽ ഇനി എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഞാൻ അവൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നല്ലേ കരുതുകയുള്ളൂ. മോൻ പൊയ്ക്കോ, ഉറങ്ങിക്കോ, ക്ലാസ് ഉള്ളതല്ലേ. ആൻറ്റി, ഗുഡ് നൈറ്റ്. സ്റ്റെപ്പ് കയറി പക്കത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ ആൻറ്റിയും ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുക്കുന്നു. ഒരു റെഡ് കളർ നൈറ്റിയാണ് വേഷം. മുട്ടിയൊക്കെ അയച്ചിട്ടേക്കുക. സ്വർണ്ണ കൊലസൊക്കെ കാണാം. കുരിഞ്ഞൊക്കെ വെള്ളം എടുത്തപ്പോൾ ആ അഴകൊക്കെ ഞാൻ ഒന്നുകൂടെ നോക്കി നിന്ന് പോയി. പെട്ടെന്ന് ആര് തിരിയുന്ന പോലെ തോന്നി. ഞാൻ ഓടി റൂമിലേക്ക് കയറി. ലേഖ വെള്ളം എടുത്തിട്ട് കുടിക്കാൻ നേരം മഹിമൻ പോയില്ലേ എന്നൊത്ത് തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഓരോന്നാലോചിക്കാൻ തുടങ്ങി. മനുവിൻ്റെ അച്ഛന് ടൈം കിട്ടുമ്പോഴാണ് വിളിക്കുന്നത്. ചോദിച്ചാലോ, അത് ഇവിടുത്തെ ടൈമും അവിടുത്തെ ടൈമും തമ്മിൽ വ്യത്യാസമല്ലേ? ഞാനിവിടെ എത്തുമ്പോൾ നിങ്ങൾ അവിടെ ഉറക്കാകും എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പോയിട്ട് 1.5 കൊല്ലമാകുന്നു. ഇവിടെ ഒരുത്തി എഴുന്നേറ്റിരുന്നത് അയാൾക്ക് ബോധമുണ്ടോ ആവോ? ലേഖ മനസ്സിൽ തൻ്റെ വ്യതകൾ ആലോചിച്ച് മുറിയിലേക്ക് പോയി. അതേ നേരം മഹിയുടെ മനസ്സിലൊരു കുറ്റബോധം. എന്താ എനിക്ക് പറ്റിയത്? ദൈവത്തെ പോലെ കാണേണ്ട സ്ത്രീയെ മറ്റൊരു കണ്ണിൽ ഒരു നിമിഷം കണ്ടുപോയി. ദൈവങ്ങളെ പൊറുക്കണേ. മനസ്സിൽ പിന്നെ ഓടിയെത്തിയ കാര്യം ഓരോന്നാക്കിയിട്ട് കുറേയായി. ഇനി അതാവും ഒരു സ്ത്രീ സൗന്ദര്യം കണ്ടപ്പോൾ മനസ്സ് കൈവിട്ട് പോയത്. അങ്ങനെ ഫോണെടുത്ത് ഏതെങ്കിലും വീഡിയോസൊക്കെ കണ്ട് ഒന്നാക്കിയാലോ? വേണ്ട, ഒന്നൊന്നും പറഞ്ഞു തുടങ്ങിയാൽ നിർത്തില്ല. വീണ്ടും വീണ്ടും കാണേണ്ടി വരും. പിന്നെ അത് സ്ഥിരമാകും. എങ്കിൽ ആരെങ്കിലും ആലോചിച്ചതാക്കിയാലോ? ആ തീരുമാനം ശരിവെച്ചുകൊണ്ട് ഞാനതിങ്ങനെ എടുത്തു. ഇന്നേ വരെ ആരുടെ ഇതിലും ഞാൻ ഇതാക്കിയിട്ടില്ല. അപ്പോൾ എന്താ പറയുക, കൊത്ത റെഡിയായ പാമ്പിനെ പോലെ ആളിങ്ങനെ സെറ്റായി. ആരെ ആലോചിച്ചാക്കുമെന്ന് പലരും മനസ്സിൽ വന്നുപോയി. ചെറിയൊരിത്. എന്നാലും അതിനത്രയ്ക്ക് തൃപ്തിയായിട്ടില്ല. എല്ലാ ചിന്തകളും ചെന്നെത്തുന്നത് ആ ചുവന്ന നൈറ്റിൽ തന്നെ. അതെ, ലേഖ ആൻറ്റി. എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. അതിന് പിന്നെ ഇങ്ങനെ ഓരോന്നോർത്തപ്പോൾ മനസ്സൊക്കെ തളർന്നും പോയി. അറിയാണ്ട് സ്പീഡ് അങ്ങോട്ട് കൂടിപ്പോയി. അവസാനം കഴിഞ്ഞു. എന്താ പറയുക, കുറേ കാലത്തിന് ശേഷം ഇത്രയ്ക്കൊരിത് കിട്ടിയത്. അങ്ങനെ പിന്നെ അവനത് താന്നു. അതേ സ്പീഡിൽ മനസ്സിന്ന് കളനി കുറ്റബോധവും അഭയം തന്നവർക്ക് തന്നെ പണിഞ്ഞല്ലോടാന്ന് എന്ന ഒരു ഉൾക്കുത്തു കൂടി വന്നു. സകല ദൈവങ്ങളെയും വിളിച്ച് ക്ഷമ ചോദിച്ച് അങ്ങനെ എപ്പോഴോ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ ആൻ്റിയുടെ മുഖത്ത് നോക്കാൻ പറ്റിയില്ല എന്നല്ല, നോക്കിയില്ല എന്ന് വേണം പറയാൻ. മനസ്സിലൊരു പേടി, നോക്കിയാൽ അത് വേറെ ഇതിക്ക് പോകുമെന്ന്. അങ്ങനെ 1-2 ഡേ കഴിഞ്ഞു. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ആൻറ്റി എന്നോട് ചോദിച്ചു, മോനെ എന്ത് പറ്റിയടാ? 2 ദിവസമായിട്ട് ഒരു വല്ലായ്മ. ഒന്നുമില്ല ആൻറ്റി, വീട്ടുകാരാലോചിച്ച് കാണുമല്ലേ? അതെ, വീട്ടുകാരാലോചിച്ചിട്ടാ. ആണോ? എന്നാ ഞങ്ങളൊക്കെ ഇല്ലേടാ അവിടെ എന്നും പറഞ്ഞിട്ട് ആൻറ്റി എന്നെ കയ്യിൽ നിന്നെടുത്ത് ആൻറ്റിയുടെ കൈ വെച്ചു. എനിക്ക് ഉള്ളിലൊരു ആന്തൽ. ആദ്യമായിട്ടാണ് ആൻറ്റി എന്നെ ഒന്ന് തൊടുന്നത്. ഒരു അമ്മയുടെ സ്നേഹമാണ്. പക്ഷേ എനിക്കെന്തോ ഒരു വല്ലാത്തൊരിത്. അന്നത്തെ നൈറ്റ് ഇങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് ഉറക്കം വന്നില്ല. നല്ല ചൂട്, പട്ടിയും കുരയ്ക്കുന്നുണ്ട്. അതിനേക്കാളും ശല്യം മനുവിൻ്റെ കുറുക്കം. അടുത്ത മുറിയല്ലേ, എങ്കിലും എന്ത് വെച്ചാ അവർ ഈ അടുത്ത് പണിത വീടല്ലേ, അതാവും ഒച്ചത്തിൽ കേൾക്കണേ. ഞാൻ താഴോട്ട് പോയി. ആൻറ്റിയുടെ റൂമിൽ ഇന്ന് ലൈറ്റ് ഉണ്ട്. മനസ്സിൽ ആരോ പറയുന്നത് പോലെ, പോടാ പോയി നോക്ക്. ഞാൻ ഡോറിനരികത്ത് പോയി ചെവി ചേർത്ത് നിന്ന് നോക്കി. ആൻറ്റി, മനുഷ്യ
അവരോട് നേരത്തെ വിളിക്കാൻ പറഞ്ഞിട്ടില്ലേ? ഇതിപ്പോൾ സമയം എത്രയായി? വല്ല ബോധമുണ്ടോ? ഇങ്ങനൊരാൾ ഇവിടെ ഉള്ളത് ഓർമ്മയുണ്ടോ? ഏയ് ചിരിക്കല്ലേ. കടടയും വെച്ച് തന്തയും മോനൊക്കെ കണക്കാം. 10 മണിയാകും പിന്നെ ഉറക്കം വരും. എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ ഫോൺ വെച്ച് ആൻറ്റിയുടെ സംസാരം നിന്നു. അവിടെ നിൽക്കുന്നത് പന്തിയല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഞാൻ സോഫയിൽ വന്നിരുന്ന് TV ഓണാക്കി. ആൻറ്റി ഡോറ് തുറക്കുന്ന ഒച്ച കേട്ട് ഞാനൊന്ന് ഞെട്ടി. എൻ്റെ ചങ്കാണെ ഇട്ടിയോടിടി. മഹി, നീ ഉറങ്ങിയില്ലേ? ഇല്ല മോളി, നല്ല ചൂട്. പിന്നെ പട്ടി. ഞാനങ്ങ് നിർത്തി. അല്ലേലും ഫാൻ പിന്നെ മനുവിൻ്റെ കൂർക്കം, അതൊന്നും പറയാൻ പാടില്ല. ഞാൻ അവരുടെ കാരണത്തിൽ നിന്ന് പോകുന്നവനല്ലേ. ആൻറ്റി, ആ ചേക്കൻ എങ്ങനെയാണോ ഉറങ്ങുന്നത്? അല്ലേലും തന്തേ പോലല്ലേ മോനും. അതെന്താ ആൻറ്റി? ഒന്നുമില്ല, ഞാനൊരു ഒഴുക്ക് പറഞ്ഞതേ ഉള്ളൂ. ആൻറ്റി ഒരു നെടുവീർപ്പിട്ടു. പിന്നെ അടുക്കളയിലേക്ക് പോയി. ആൻറ്റി വന്നേ പിന്നെ നല്ല മണമുണ്ട്. ഹാള് മൊത്തം ബോഡി ലോഷനാണെന്ന് തോന്നുന്നു. എന്തൊരു മത്ത് പിടിപ്പിക്കുന്ന മണം. ആൻറ്റി തിരികെ വന്നിട്ട് എന്നോട്, എന്താ മഹി, ഉറങ്ങുന്നില്ലേ? ഞാൻ എന്തെങ്കിലും പടം കാണട്ടെ, ഉറക്കം വരുന്നില്ല. ഞാൻ കിടക്കുക. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്ക്. തട്ടി വിളിച്ചാൽ എണ്ണീറ്റില്ലെങ്കിൽ ഫോണിൽ വിളിച്ചോ. ഞാൻ തലയാട്ടി. ആൻറ്റി ഡോറയുടെ ചക്കത്ത് പോയി. ഞാൻ ഓരോ ചാനൽ മാറ്റി നോക്കിയിരുന്നു. ഉള്ളിൽ എങ്ങെന്ന് വന്ന നേരത്ത് ഞാൻ വീണ്ടും ആ ഡോറിൻ്റെ അടുക്കൽ പോയി കീഹോൾ വഴി അകത്തേക്ക് നോക്കി. കട്ടിൽ കാണാം. ആൻറ്റി മുഴുവനായി കാണാൻ പറ്റുന്നില്ല. എടുപ്പിൻ്റെ താഴേക്ക് ആ കൊലുസുകൾ, അതൊക്കെ നല്ലവണ്ണം കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ അതല്ല, ലൈറ്റ് ഓഫ് ചെയ്താണോ ആൻറ്റി കിടക്കാറ്? ഒന്നുകൂടെ നോക്കിയപ്പോൾ ആൻറ്റി കിടക്കയിൽ നിന്ന് എണ്ണീറ്റ് ഡോറിൻ്റെ അടുത്തേക്ക് വരുന്ന കണ്ടു. ഞാൻ ഓടി സോഫയിൽ പോയിരുന്ന ചാനൽ മാറ്റി ഏതോ ഒരു പടം വെച്ചു. ആൻറ്റി ഡോറ് തുറന്ന് വീണ്ടും വന്നു. എന്ത് പറ്റി ആൻറ്റി? ഉറക്കം വരുന്നില്ല. ആട്ടെ, ഏതാ പടം? ഏതാണെന്നൊന്നും അറിയില്ല. ഹരിശ്രീ അശോകൻ്റെ പടമാണ്. ഇന്നസെൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കോമഡി മൂവിയാവും. ഞാനും ഉണ്ടെന്ന്. അതും പറഞ്ഞ് ആൻറ്റീൻ്റെ അടുക്കൽ വന്നിരുന്നു. ഇന്നസെൻ്റ് വീട്ടിലോട്ട് കയറി വരുന്നു. അപ്പോഴേക്കൊരു നടി ഇറങ്ങി വരുന്നു. അവനാണേൽ ബ്ലൗസും ഓർണമെൻറ്റും മാത്രം. ഞാൻ പെട്ടെന്ന് റിമോട്ട് യൂസ് ചെയ്ത് പടത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കി. പടത്തിൻ്റെ പേര് സാവിത്രിയുടെ അതെന്നാ പൊന്നോ അങ്ങനെ എന്തോ ആണ്. ആൻറ്റിയും കണ്ടു. ചാനൽ മാറ്റി. ഞാൻ ആകെ ചമ്മി വെന്തിരിക്കിപ്പോയി. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ പടമാണെന്ന് ഞാൻ പറഞ്ഞു. ആൻറ്റി, സാരല്ല മഹി, ഞാൻ പോട്ടെ, രാവിലെ എണീക്കണം, ഫുഡെല്ലാം വെക്കാനുള്ളതാ. വീണ്ടും എന്തൊക്കെയോ ചാനൽ മാറ്റിക്കൊണ്ടിരുന്നു. ലേഖയുടെ മനസ്സിൽ പാവം ചെക്കൻ പേടിച്ചെന്ന് തോന്നുന്നു. അറിയാണ്ട് വെച്ചതാകും. അവൻ്റെ പേടി ഞാനെന്ത് കരുതുമെന്നാകും. ലേഖ, മഹി പോയി കിടന്നുറങ്ങ്, ഞാനും പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ലേഖ TV ഓഫാക്കി മുറിയിലോട്ട് പോന്നു. മഹിയുടെ കണ്ണുകൾ വീണ്ടും ലേഖയുടെ കുലസിലും പിന്നഴകിലുമായിട്ട് ഇടക്കി. ദൈവമേ, എനിക്ക് എന്തെങ്ങനെ? ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ? എന്തു തെറ്റ് എന്ന് മറു ചോദ്യം. എങ്കിലും അവരെൻ്റെ അമ്മയെപ്പോലല്ലേ? അമ്മയല്ലല്ലോ. മഹി കുലിശിതമായ മനസ്സുമായി പടികൾ കയറി ബെഡിക്കിടക്കുമ്പോൾ കൊട്ടിമരം പോലെ നിൽക്കുകയാണ് ആള്. ഇവനെ കടഞ്ഞു വിട്ടില്ലല്ലേ, ഇവൻ എൻ്റെ ഉറക്കം കളയും. ഞാനങ്ങനെ പന്തി അതിങ്ങനെ കയ്യിലെടുത്ത് കൊണ്ടത് സെറ്റാക്കാൻ തുടങ്ങി. എൻ്റെ മനസ്സിൽ ഒരേ ഒരു മുഖേ ഉള്ളൂ, ഒരേ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ആരാ? നമ്മുടെ ലേഖാൻറ്റി. മനസ്സിൽ വർണ്ണനകൾ വന്നു തുടങ്ങി. എന്ത് നല്ല ആളാ. അവർക്കാണ് എന്നോട് വളർന്ന മകനുണ്ടെന്ന് പറയുവരെ കണ്ട. അതുമില്ല, അത്രയ്ക്കുണ്ട്. ആവശ്യത്തിന് പൊക്കവും വണ്ണവും എല്ലാം. മഹിയുടേത് ഒന്ന് സെറ്റായി. കഴിഞ്ഞ വട്ടത്തെ പോലെ കുറ്റബോധമൊന്നുമില്ല. എന്തോ അടങ്ങാത്തൊരു കൊതി പോലെ മനസ്സിൽ ആ രൂപം വന്ന് തുടങ്ങി. അതെങ്ങനെയോ മറിഞ്ഞും തിരിഞ്ഞും ഉറക്കമായി. പിന്നെയും ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ആൻറ്റി സെറ്റ് സാരിയൊക്കെ എടുത്ത് എങ്ങോട്ടോ പോകാനെന്നാണ് ഒരുങ്ങുക. അവസാനവട്ട ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു. ഹാളിൽ നിന്ന് ഇറങ്ങി ജിമിക്കൊക്കെ ശരിയാക്കി നടക്കുന്നുണ്ട്. എന്തൊരു ചന്താണ് എൻ്റെ ലേഖാൻറ്റിക്ക്. അധികം നേരം നോക്കി നിൽക്കാനായില്ല. മനു ഹാളിലേക്ക് വന്നു. അമ്മ ഇതെങ്ങോട്ടാ? ഞാൻ അമ്പലത്തിൽ പോകൂടാ, നീ വരുന്നോ? ഞാനൊന്നുമില്ല, അമ്മ വെക്കോ. മഹിമോനെ, നീയോ?
അയ്യോ ആൻറ്റി ഞാനിനി എപ്പോഴാണ് അത് കുഴപ്പമൊന്നുമില്ല, നീ വേഗം റെഡിയായി വാ. പിന്നെ ഷർട്ട് ഊരേണ്ടി വരും തൊഴാൻ. നീ മുണ്ടെങ്ങാനിട്ടോ, വേനാണല്ലോ അകത്ത് നിക്കറും കാണിച്ച് തൊഴേണ്ടി വരും. എന്നിട്ട് മനുവിനെ നോക്കിയൊരു ചിരി. അയ്യോ എനിക്ക് മുട്ടെടുക്കാൻ അറിയില്ല, പിന്നെ ഷർട്ട് ഊരിയ നിക്കറ് പുറത്ത് കാണും ഞാനില്ല. മഹി മുണ്ടിൻ്റെ മുറിയിൽ അലമാരയിലുണ്ട്, അവൻ്റെ അച്ഛൻ്റെ, അതെടുത്തോ. ആൻറ്റി ഒരുക്കത്തിൻ്റെ തിരക്കിലായിരുന്നു. എനിക്ക് ആ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള പോലെ തോന്നിയ നേരം ഞാൻ ആൻറ്റിയുടെ റൂമിൽ ആദ്യമായി കയറി. നല്ലോണം വൃത്തിയുള്ള മുറി, നല്ല മണം. കട്ടിൽ, അതിന് ഓപ്പോസിറ്റ് ചുമരോട് ചേർന്ന് ഇൻബിൽഡ് അലമാര, ഒരു വലിയ കണ്ണാടി, വലതു വശത്തായി ജനാലകൾ. ഞാനൊന്ന് മടിച്ചു നിന്നു. അന്നേരം എൻ്റെ മുറിയിലേക്ക് വന്ന് ഞാനൊരു സൈഡിലേക്ക് മാറി നിന്നു. അപ്പോൾ ഞാൻ പിന്നെ ആൻറ്റി ഇരുന്ന് എൻ്റെ കൂടെ വീടടച്ചേക്കാം, ഇങ്ങ് വന്നേ നീ. അലമാരയുടെ ഡോറ് തുറന്നുകൊണ്ട് ആൻറ്റി പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി തുണികൾ, ഒരു സൈഡിൽ കുറച്ച് ആണുങ്ങളുടെ തുണികൾ, മുണ്ട്, ടീഷർട്ട്സ്. ആൻറ്റി അതിൽ നിന്നൊരു മുണ്ടെടുത്ത് വലിഞ്ഞെടുത്തു. ഞാൻ പിന്നിൽ നിന്ന് അവിടേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. ആൻറ്റി നേരെ തിരിഞ്ഞ് ഞാൻ എൻ്റെ നോട്ടം മാറ്റി. എന്നിട്ട് ആൻറ്റി പറഞ്ഞു, വേഗം വാ. ഞാൻ തലയാട്ടി വേഗം റെഡിയായി ഇറങ്ങി. നിനക്ക് മുണ്ട് ഷർട്ടും നന്നായി ചേരുന്നില്ലടാ, വലിയ ആണായി. ഞാനൊന്ന് ചിരിച്ചു. മനു കഥ പറഞ്ഞു നിൽക്കാതെ വേഗം പോയിട്ടോ രണ്ടാളും നേരെ ഇട്ട് തുടങ്ങി. ഞാനും ആൻറ്റിയും അമ്പലത്തിൽ പോയി. പോകുന്ന വഴി ആൻറ്റി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ അതിനുള്ള മറുപടികളും പറഞ്ഞു നടന്നു. തിരികെ വരുമ്പോൾ കയ്യിൽ പായസമുണ്ട്. വീടെത്തി ആൻറ്റി അതിൽ നിന്നൊരു പിടി മനുവിന് വാരിക്കെടുത്തു. അവൻ കൊത്തിയോടെ കഴിച്ചു. ഞാൻ എൻ്റെ അമ്മയെ ഓർത്തു പോയി. എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞു. ആൻറ്റി അത് കണ്ടിട്ടാവണം എനിക്ക് വാരത്തന്നു. ഞാനത് മടിച്ചു. ആൻറ്റി കഴിക്കണം ചെറുക്ക. ഞാൻ കൊത്തിയുടെ കഴിച്ചു. എന്തോ അന്ന് കിടക്കുമ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നി. ഇങ്ങനൊരു സ്ത്രീയാണല്ലോ ഞാൻ വേണ്ടാത്ത രീതിയിൽ ചിന്തിച്ചത് എന്നോർത്തപ്പോൾ. എല്ലാത്തിനും മാപ്പുള്ളി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് കിടന്നുറങ്ങി. തമാശകളും കളിച്ചിരിയുമായി ദിവസങ്ങൾ വീണ്ടും പോയി. എക്സാം എടുക്കാനായി. അങ്ങനൊരു ദിവസം ഞാൻ വൈകിട്ട് പുറത്തു നിൽക്കുമ്പോൾ പട്ടി നല്ലോണം കുരയ്ക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് നടന്നു. ഉടനെ പുറകെ നിന്നൊരു വിളി. നീ ഇതെങ്ങോട്ടാ? അടുക്കളയിലെ ജനലുടെ ഒച്ച കേട്ടു. ഞാനൊന്ന് നോക്കട്ടെ അവൻ എന്തിനെങ്ങനെ കുരയ്ക്കുന്നതെന്ന്. അനി കൂടൊക്കെ വൃത്തികേടായിട്ട് കിടക്കുന്നത് കൊണ്ടാകും. ശരിയാ, കൂടിനൊക്കെ മൊത്തം ഒരു ലോഡ് കിടപ്പുണ്ട്. അവൻ്റെ ഇതൊക്കെ പാവം ഉറങ്ങാൻ പറ്റുന്നില്ലായിരിക്കും. മൊത്തം ഈച്ചയും കൊതുകും. എൻ്റെ കണ്ണതും ആളത് ശാന്തനായി. ഇവൻ നന്നായോ, ഞാൻ മനസ്സിൽ പറഞ്ഞു. രണ്ടും കൽപ്പിച്ച് കൂട് തുറന്ന് അവനാണേൽ ഇറങ്ങി വാലുമാട്ടി ജീവനും കൊണ്ട് ഓടുന്ന പോലെ എൻ്റെ ചുറ്റും ഒരു ഓട്ടം. ആൻറ്റി എടാ നീ എന്തായി കാണിച്ച? അവൻ കടിക്കും, മാറിക്കും എവിടെ നിന്ന്. നോക്കട്ടെ ആൻറ്റി, ഇങ്ങനെ പേടിക്കാതെ. അവനൊന്ന് അടങ്ങിയപ്പോഴേക്കും കുറച്ച് മാറി ആശൻ അനുസരണയോടെ കിടന്നു. ഞാൻ കൂടൊക്കെ വൃത്തിയാക്കി എല്ലാം കണ്ടുകൊണ്ട് ആൻറ്റി നിൽപ്പുണ്ട്. മേലൊക്കെ നാറുന്നുണ്ട്. കുളിക്കണം. ആൻറ്റി എന്താടാ ആലോചിക്കുന്നേ? ഒന്ന് കുളിക്കണം. അകത്ത് പോയിക്കോ, കുളിച്ചോ. മൊത്തം ചെളിയാ, അകം വൃത്തികേടാക്കണ്ട. ഞാനായി പൈപ്പിൻ ചുവട്ടിൽ നിന്ന് കുളിച്ചോളാം. ആൻറ്റി നിൽക്ക്, ഞാൻ ഏട്ടൻ്റെ കയ്യിൽ മുണ്ടെടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആൻറ്റി പോയി. തിരികെ വരുമ്പോൾ ഒരു നേർത്ത മുണ്ട് കയ്യിലുണ്ട്, ഒരു തോർത്ത്. സോപ്പില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ആൻറ്റിയുടെ കയ്യിലൊരു സോപ്പും ഉണ്ട്. ഞാൻ കുളിക്കാൻ തുടങ്ങി, ഒരു തോർത്ത് മുണ്ട് എടുത്തുകൊണ്ട്. അപ്പോഴേക്കും കൂടെ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. ആൻറ്റി അവനെ അകത്താക്കി തിരികെ വന്നിട്ട് എന്നോട്, അങ്ങനെ അവന് നിന്നോട് ഇഷ്ടമായി തുടങ്ങി. ഞാനൊന്ന് ചിരിച്ചു. ആൻറ്റി വീട്ടിലേക്ക് നടന്നു പോയി. ലേഖയുടെ മനസ്സിൽ എന്ത് നല്ല പയ്യനാ, എല്ലാ കാര്യങ്ങളും കണ്ടിട്ടൊന്ന് ചെയ്യുന്നു. അവനിവിടെയുള്ളത് എന്തുകൊണ്ടും നന്നായി. വീണ്ടും ദിവസങ്ങൾ ഓടിക്കൊണ്ടേയിരുന്നു. ആ സെമസ്റ്റർ എക്സാം കഴിഞ്ഞ് ഞാനും മനുവും ഒരുവിധം നല്ലോണം എക്സാം എഴുതി. വീട്ടിലൊന്ന് പോയി അച്ഛനെയും അമ്മയും കൊണ്ട്. തരക്കേടില്ലാണ്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ എനിക്കൊരു ദിവസം വൈകിട്ട് ഫോൺ ബെല്ല് കേട്ട് നോക്കിയപ്പോൾ ലേഖ ആൻറ്റി. ചെറുക്കാ, ഞങ്ങളെയൊക്കെ മറന്നോ? നീ ഇപ്പം എത്രയായി പോയിട്ട്? ഒരാഴ്ചയല്ലേ ആയുള്ളൂ ആൻറ്റി. കുറേ ദിവസമായ പോലെ തോന്നുന്നു. അയ്യോ ആൻറ്റി, ഞാൻ നാളെ തന്നെ വരുന്നുണ്ട്. എനിക്കും നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് പോര്. മനുവിനൊരു ഉത്സാഹമില്ല. ഞാൻ ഓക്കെ പറഞ്ഞ് ഫോൺ കട്ടാക്കി. ക്ലാസ് തുടങ്ങാൻ ഇനിയും 2 ആഴ്ചയുണ്ട്. എങ്കിലും ഞാൻ മനുവിൻ്റെ വീട്ടിലോട്ട് തിരിച്ചു. വീടെത്തി എന്നെ കണ്ടതും രണ്ടാൾക്കും ഭയങ്കര സന്തോഷം.
അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടായി. എന്നെ മൊത്തത്തിൽ ആട്ടിയടിച്ച സംഭവം. ഞാൻ പുറത്തൂടെ വീടോട് ചേർന്ന് നടക്കുമായിരുന്നു. ആൻറ്റിയുടെ റൂമെത്തിയപ്പോൾ ജനാലയൊന്ന് തുറന്ന് കിടപ്പുണ്ട്. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയി കാണും. ഞാൻ അറിയാണ്ട് അകത്തോട്ട് നോക്കി. കാട്ടിൻ്റെ ഇടയിലൂടെ അലമാരയുടെ കണ്ണാടിയിലാണ് എൻ്റെ നോട്ടം പോയത്. ദൈവമേ, ഞാൻ എന്തായി കാണുന്നേ? ലേക്കാൻറ്റി ഒരു പാവാടയിലും വെള്ളത്തിലുമായിട്ട് നിൽക്കുക. ഞാനത് ഞെട്ടി. അവിടെ നിന്നും പിന്നോട്ടാഞ്ഞു. മനസ്സിൽ ആ കാഴ്ച കാണാൻ വീണ്ടും കൊതി വന്നു. ഒന്നുകൂടി കണ്ണാടിയിൽ പ്രതിബിംബം നോക്കി. ആൻറ്റി ഇട്ടോണ്ടിരിക്കുക. കുളിയൊക്കെ കഴിഞ്ഞിരുന്നയാ. ഓ, അതൊക്കെ കണ്ട് എങ്ങനെ സെറ്റാവാണ്ടിക്കല്ലേ. പെട്ടെന്നുള്ള എന്തോ ഒച്ച കേട്ട് ഞാൻ വേഗം അവിടെ നിന്നും പോയി. റൂമിൽ പോയി മനസ്സ് മുഴുവനും അതൊക്കെയായിരുന്നു. എൻ്റെ എല്ലാ കിളിയും പോയി. ഞാൻ കട്ടിലിൽ കിടന്നു ഓരോന്ന് ആലോചിക്കാൻ തുടങ്ങി. ഓ, എന്തൊരു കാഴ്ചയായിരുന്നു അത്. ഇനിയും കാണണം. മനസ്സ് വല്ലാണ്ട് കുറിച്ചു. രാത്രി അങ്ങനെ താഴേക്ക് പോയി. റൂമിൽ ലൈറ്റില്ല. മനസ്സ് മടുത്തു. തിരികെ വന്ന് കിടന്നു. ഓരോ ആലോചനകൾ വന്നു പോയി. ഒന്നുകൂടി കാണണം. പക്ഷേ എങ്ങനെ? മനസ്സിലുറപ്പിച്ച് ജനാല തന്നെ തുറശരണം. പക്ഷേ ആൻറ്റി കണ്ടാലോ? കാണില്ല. മനസ്സ് മറുപടി തന്നു. അതെ, ഞാനും ശരി വെച്ചു. കണ്ണാടിയിലൂടെ പ്രതിബിംബമായാണ് കാണുന്നത്, നേരെ നോക്കുന്നതല്ലല്ലോ എന്ന്. എങ്കിലും മനസ്സിലൊരാശങ്ക വന്നു. ആൻറ്റിക്കും തിരിച്ച് അതുപോലെ കാണാൻ പറ്റില്ലേ എന്നെ? ഈ മനസ്സിനെ കൊല്ലിച്ചേ അടങ്ങും. അങ്ങനെ പിറ്റേന്ന് ഹാളിലിരിക്കുമ്പോൾ ആൻറ്റിയുടെ റൂമിലെ വാഷ്റൂമിൽ നിന്ന് കുളിക്കുന്ന ഒച്ച കേട്ടു. എൻ്റെ മനസ്സിൻ്റെ പിടി വിടാൻ തുടങ്ങി. ദൈവമേ, ഒന്ന് കണ്ടാൽ മതി. ഞാൻ മനുവിനെ നോക്കി. അവനിവിടെ എങ്ങുമില്ല. പബ്ജി മുഴുകിയിരിക്കുകയായിരിക്കും. ഞാൻ പുറത്തേക്ക് ഇറങ്ങി അത്ര സ്ഥലത്തോട്ട് പോയി. ഇന്നും ജനാല പാതി അടഞ്ഞു കിടപ്പുണ്ട്. നല്ല ഒച്ചയില്ലാതെ പോയി നിന്നു. എൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല. ഞാൻ ആകെ നിന്ന് നിൽപ്പിൽ ഉരുക്കുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ ലേഖാൻറ്റി ഒരു വലിയൊരു തോർത്ത് കൊണ്ടി കുളിച്ചിറങ്ങി നിൽക്കാം. അത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. വായിൽ നിന്നും വെള്ളം അറിയാതെ വറ്റിപ്പോകുന്നുണ്ടായിരുന്നു എനിക്ക്. ബോഡി ലോഷനൊക്കെ എടുത്ത് ഇതാക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ ഞാൻ വിവരിക്കുന്നില്ല. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു കാഴ്ച ഞാൻ നടക്കാനുണ്ട്. പിന്നെ മതിയുടെ മനസ്സ് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ നടന്ന് തിരിച്ച് റൂമിലേക്ക് വന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്ന്, ഡാ ചായ എടുക്കട്ടെ. ഞാനൊന്ന് തലയാട്ടി. ആൻ്റെ അടുക്കളയിലേക്ക് പോയി. എവിടെ നിന്നും കിട്ടിയ ധൈര്യമാണോ? ഞാനും പിന്നാലെ പോയി. എന്താടാ, ഞാൻ കൊണ്ടു തരില്ലേ ചായ? ബോറടിക്കുന്ന ആൻറ്റി, എന്തിനു സംസാരിക്കാൻ കരുതി വന്നതാ? ആണോ? ആ ചെക്കൽ ഫോണിലാകൂല്ലേ? അതെ ആൻറ്റി. ഞാനില്ലേ, നമുക്ക് എന്തെങ്കിലും പിന്നെയും പറഞ്ഞിരിക്കാം. മാമൻ പോയിട്ട് ഇപ്പോൾ എത്രയായി? 2 കൊല്ലം ആകാറായി. ഇപ്പോൾ അടുത്തൊന്നും വരില്ലേ? അതെങ്ങനെ? ഒരാളോടെ ഒരു മാസം ലീവിന് വരും. എങ്ങും കൊണ്ടുപോകത്തില്ല. വന്നാലോ ദുബായ് കൂട്ടായ്മ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫുൾ ടൈം ചാറ്റും. ആണോ? ഷോ. നീ ഇത് കുടിച്ചോ. ഞാൻ ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു. നല്ല മണമല്ലോ ആൻറ്റി. എന്നിത് ഇതേ മണോ? അതെനിക്ക് തന്ന സോപ്പിനും. ഇത് അത് തന്നെയാടാ. ഡോവ് ഏട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നതാ. തീരാറായി, ഇനി കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉപയോഗിച്ചതാണോ ആൻറ്റി? പറഞ്ഞു തീരുമാനം. അതിനെന്താടാ, നീ എൻ്റെ ചെക്കനല്ലേ. നീലത് ഇത്തിരി ആശ്വാസമാണ്. എല്ലാം അറിഞ്ഞ് ചെയ്യുന്നുണ്ട്. ഒരു മകനെ പോലെ, ഒരു ഭർത്താവിനെ പോലെ. ഭർത്താവോ? വീട്ടിലെ സാധനങ്ങൾ, മെഡിക്കൽ, കറണ്ട് ബില്ലടയ്ക്കാൻ പോകുന്നത്, പട്ടിക്കൂടി വരെ വൃത്തിയാക്കുന്നില്ലേ. ഏട്ടനല്ലപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. ഏട്ടനാ. നീ നല്ല കുട്ടിയാ. എല്ലാം അറിഞ്ഞ് ചെയ്യുന്നുണ്ട്. എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ആള് തള്ളി. എന്നെക്കുറിച്ച് ഇത്രയും മതിപ്പോ. ആ ചെറുക്കനെന്തേ? അവനെ ഞാനിന്ന് എന്നും പറഞ്ഞ് ചായയും കൊണ്ട് നേരെ മുകളിലേക്ക് പോയി. ഞാൻ പിന്നാലെ പടി കയറുമ്പോൾ നേരെ മുന്നിലായിട്ടത് നടപ്പുണ്ട്. ആൻറ്റി, എടാ മനു, നിനക്ക് തിന്നാനും കുടിക്കാനൊന്നും വേണ്ടേ? അതോ ഫോണിലൂടെ അതോ നടക്കുന്നുണ്ടോ? റൂമൊക്കെ ഒന്ന് നോക്കിയേ. എങ്ങനെയാണോ നീ ഇവിടെ കിടക്കുന്നത്? എങ്ങനെ ഓരോ അസുഖങ്ങൾ വരാതിരിക്കും നിനക്ക്? എന്തെങ്കിലും വന്നാലുടനെ അച്ഛനെ പോലെ ഇമ്മ്യൂണിറ്റി ഇല്ല, തേങ്ങയാണ്, മാങ്ങയാണ്. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ആൻറ്റി നല്ലോണം ദേഷ്യപ്പെട്ടു അവനോട്. എന്നിട്ട് എൻ്റെ മുറി ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, കണ്ടോ നിൻ്റെ അത്യപ്രായമുള്ള മഹിയുടെ റൂം, ഇതൊക്കെ കണ്ടു പഠിക്ക്. അമ്മയ്ക്കിപ്പോൾ അവനെ മതിയല്ലോ. ഒന്നുമില്ലെങ്കിലും അവനെവിടെ കൊണ്ടുവന്നതിൻ്റെ ക്രെഡിറ്റെങ്കിലും എനിക്കിതാ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ആൻറ്റി താഴേക്ക് പോയി.
ഞാൻ അവനെ നോക്കി ചിരി പാസ്സാക്കിയിട്ട് റൂമിൽ കയറി. അപ്പോഴും എൻ്റേത് താന്നിട്ടൊന്നുമില്ല. ഞാനിന്ന് കണ്ട കാഴ്ച അങ്ങനത്തെ ആയിരുന്നു. ഒന്നാക്കിയാലോ? വേണ്ട, രാത്രിയാകട്ടെ. അങ്ങനെ രാത്രിയായി. ഫുഡൊക്കെ കഴിച്ച് നേരത്തെ ഫോണെടുത്ത് മേലേക്ക്. വേദനയാ, കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ടി വി ഓണാക്കി സോഫയിലിരുന്നു. കൂടെ ആൻറ്റിയും എന്തൊക്കെയോ ചാനൽ ഞാനിങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു. ഞാൻ കിടക്കാടാ, ഉറക്കം വരുന്നു. ആൻറ്റി മാമ വിളിച്ചില്ലല്ലോ എന്ന്. ആൻറ്റി ഒരു വിഷമത്തോടെ എന്നോട് നീ കാണിക്കുന്ന സ്നേഹമൊക്കെ ആയിരുന്നു ഇവിടെ ആർക്കും ഇല്ല മഹി. ആൻറ്റി മുറിയിലേക്ക് പോയി കഥ കിടക്കാൻ നേരം എന്നോട് ഞാൻ എൻ്റെ കല്യാണ ആൽബം കാണിക്കാം ബാ. ഞാൻ കിട്ടിയ അവസരം എന്നോടം ഓടിപ്പോയി. ആൻറ്റി കട്ടിലിൽ ആൽബമായിട്ട് ഇരിപ്പുണ്ട്. എന്നെ ചേർത്തെഴുതി രണ്ടുപേരുടെയും ആൽബം ഇങ്ങനെ തുറന്ന് ഓരോ ചിത്രങ്ങളായി കാട്ടാൻ തുടങ്ങി. ആഹാ, ആൻറ്റി എന്നെ സുന്ദരിയായിരുന്നല്ലോ. അതെന്താടാ അങ്ങനെ? ഞാൻ ഇപ്പോൾ സുന്ദരിയൊന്നും അല്ലേ? അയ്യോ, അങ്ങനെയല്ല. ഞാൻ കരുതി പ്രസവശേഷി ഇത്രയും സുന്ദരിയായതാക്കുമെന്ന്. ഞാൻ എങ്ങനെയൊക്കെയാ പറഞ്ഞൊപ്പിച്ചു. ഓഹോ, ഇതൊക്കെ എൻ്റെ കുട്ടീനെ എങ്ങനെ അറിയാം? ഇതൊക്കെ നാട്ടു നടപ്പല്ലേ, പിന്നെ പടങ്ങളിലും ഇതൊക്കെ തന്നെയല്ലേ പറയുന്നേ. മിടുക്കൻ. ഇതാരാ? ആൽബത്തിലൊരു ചിത്രം ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ചോദിച്ചു. ഇതാണ് ഇവിടുത്തെ ഏട്ടൻ്റെ അച്ഛൻ, ഇതമ്മ മരിച്ചുപോയി. ആൻറ്റി, ഞാനൊന്ന് മുള്ളിയിട്ട് വരാം. എണീറ്റ് പോകാൻ നേരം ആൻറ്റീനോട് ഈ ബാത്റൂമിൽ പൊക്കോളാം. ഞാൻ കേട്ട പാതി അകത്ത് പോയി ഡോറടച്ചു. നേരെ കണ്ണടക്കിയത് ഹാങ്ങറിലെ ആൻറ്റിയുടെ തുണികളിൽ. പൈപ്പ് തുറന്ന് വെള്ളം ഓണാക്കിയിട്ട് ഞാനതിനെ ഒന്നും നട്ടെഴുത്തു. എന്ത് വലുതാണെന്നറിയോ? ഞാൻ അതൊക്കെ ഒന്ന് ഇതാക്കി. അടുത്ത ലക്ഷ്യം എങ്ങോട്ടേക്കായിരിക്കും? പക്ഷേ ഇനിയും താമസിച്ചാൽ പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ മുള്ളിയിട്ട് ഇറങ്ങി. അവനാണെങ്കിൽ സല്യൂട്ടടിച്ച് നിൽക്കുക. അബദ്ധം അപ്പോഴാണ് മനസ്സിലായത്. ആൻറ്റി കണ്ടാ തീർന്നു. ആൻറ്റി നീ വന്നോ? സമയം ഒരുപാടായി, പോയി കിടന്നുറങ്ങ്. ഉറക്കം വരുന്നില്ല ആൻറ്റി. എന്ത് പറ്റി എൻ്റെ കുട്ടന്? ആദ്യം ഫോണിൽ നിന്ന് വിളിച്ചു, പിന്നെ മാഹി, പിന്നെ ഇതായിപ്പോൾ കുട്ടാന്നായി. ആൻറ്റി ചിരിച്ചു കൊണ്ടാ. എൻ്റെ സ്നേഹം കൂടുമ്പോൾ ഞാൻ മനുവിനെയും കുട്ടാന്നാണ് വിളിക്കാറ്. ഞാനങ്ങനെ അല്ല കേട്ടിട്ടില്ലല്ലോ. അതിന് അവൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം കണ്ടാൽ കുട്ടാന്നല്ല, മടല് വെട്ടി കഴിക്കണം. ഞാൻ ചിരിച്ചുകൊണ്ട് ഓഹോ, അപ്പോൾ എന്നോടിപ്പോൾ വലിയ സ്നേഹമാണല്ലേ? നീ എനിക്ക് വേണ്ടി ഇങ്ങനെ എൻ്റെ കൂടെ നടന്ന് എൻ്റെ വിഷമങ്ങൾ മാറ്റുന്നില്ലേ? അയ്യോ, എന്ത് വിഷമം? ഏട്ടനോ അവനോ അല്ലാണ്ട് ആരും ഈ കട്ടിലിരുന്നിട്ടില്ല. നീ എൻ്റെ ഒപ്പം ഇരുന്നു അവരെ പോലെ ഓരോന്ന് കേൾക്കുന്നില്ലേ? അവനെ പോലെ ഫോണും കുത്തി സമയം കളയുന്നില്ലല്ലോ നീ. അതാണോ? ഞാനില്ലേ ആൻറ്റിക്ക്. രണ്ടും കൽപ്പിച്ചൊന്ന് കയ്യിൽ അത്തിക്കരത്തോടെ ഞാൻ തട്ടി. കിട്ടുമ്പോൾ ഉറങ്ങിക്കോ, പൊക്കോ. ഞാൻ ചിരിച്ചുകൊണ്ട് അങ്ങനെ റൂമിലേക്ക് പോയി. എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി. എന്തൊക്കെയോ നേടി എന്ന അത്യായിട്ടൊരു സന്തോഷം. ആ സന്തോഷത്തിൽ തന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. പിറ്റേന്ന് ആ സന്തോഷമൊക്കെ ഇല്ലാണ്ടായ ദിവസമായിരുന്നു. മനുവിന് കടുത്ത പനി, ചുട്ടുപൊള്ളുന്ന ചൂട്. മഹിമോനെ പേടിയാവുന്നടാ. എന്ത് ചെയ്യും? ഒരു വണ്ടി റെഡിയാക്കാം, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം. വണ്ടി വന്നു. ഞാൻ ഒറ്റൊരാൾ മനുവിനെ തൂക്കിയെടുത്ത് വണ്ടിയിൽ കയറ്റി. ആൻറ്റി, ദൈവമേ, ഇവ എത്രയ്ക്ക് ആരോഗ്യം ഇല്ലാണ്ടിരിക്കോ? പെട്ടെന്ന് തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മനു നല്ലോണം ക്ഷീണിച്ച് കിടപ്പായിരുന്നു. ബ്ലഡ് റിസൾട്ട് വന്നപ്പോൾ കൗണ്ട് കുറവാ, വൈറൽ ഫീവർ ഉച്ചസ്ഥായിലെത്തി എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ആൻറ്റി കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അയ്യേ ആൻറ്റി, ഒന്നുമില്ല. ഇങ്ങനെ കരഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവർക്ക് പൈസ കിട്ടാൻ അവർ ICUലാക്കുന്നതാണ്, അല്ലാണ്ട് അവനെന്ത് കുഴപ്പം വരാനാ? എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചു. ആൻറ്റി ഒന്ന് ശാന്തമായി. രാത്രിയുള്ള ടെസ്റ്റ് വലിയ കുഴപ്പമില്ലെന്ന് മറ്റും ഡോക്ടർ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. ഡോക്ടർ, ഇയാളാരാ? മാഡത്തിൻ്റെ അനിയനാ? അല്ല, മൂത്ത മകനെ പോലെയാണ്. അത് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷവും കൂടെ സങ്കടവും തോന്നി. മകനോ? അപ്പം ഞാൻ എങ്ങനെ ഇനി എൻ്റെ ഇഷ്ടങ്ങൾ ആലോചിച്ച് തീരും മുന്നേ ഡോക്ടർ, ഒരാഴ്ച ഒബ്സർവേഷൻ വേണം, ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഇവിടെ എല്ലാ ഫെസിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. ആൻറ്റി, അയ്യോ, അവനെ ഒറ്റയ്ക്കാക്കി എങ്ങനെ പോകാനാ? ഡോക്ടർ അപ്പോഴേക്കും നടന്നകന്നു. ഞാൻ പറഞ്ഞു, ആൻറ്റി വീട്ടിൽ പൊക്കോ, ഞാൻ നിന്നോളാം. അത് വേണ്ട. പറഞ്ഞു തീരും മുന്നേ കൈ തട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ആൻറ്റി ഞാനില്ലേ, ബായോ, അവനൊന്ന് കണ്ടിട്ട് ആൻറ്റി ഞാൻ കൊണ്ടാക്കാം. അങ്ങനെ അവനെ കയറി കണ്ട് ആൾ നല്ല ഉറക്കം.
ആൻറ്റി വീട്ടിൽ കൊണ്ടാക്കി തിരികെ ഇറങ്ങാൻ നേരം ബൈക്കിൽ പോകാമെന്ന് വെച്ച് ഞാൻ സമയം ഒത്തിരി താമസിച്ചു. കുട്ടാ സൂക്ഷിച്ചു പോണേ. ഞാനൊന്ന് ചിരിച്ചു. ഹോസ്പിറ്റലിലെത്തി ഐസിൻ്റെ മുന്നിൽ ഫോണും കുത്തി ഇരിപ്പായിരുന്നു. അപ്പോഴാണ് ലേഖ ആൻറ്റിയുടെ കോൾ വന്നത്. ആൻറ്റി ഉറങ്ങിയില്ലേ? ഇല്ല കുട്ടാ, ആർക്കും വരുന്നില്ല. എന്തോ ഭയങ്കര പേടി. ഞാനില്ലേ ആൻറ്റി. അതാൻ്റെ ഇപ്പോഴത്തെ ആശ്വാസം. മാമൻ വിളിച്ചോ? കാര്യങ്ങളൊക്കെ അറിഞ്ഞു. വിഷമിച്ചു. ഞാൻ പറഞ്ഞു മഹീൻ്റെ പേടിക്കേണ്ടത്. ആൻറ്റി എന്നാൽ പിന്നെ ഉറങ്ങിക്കോ. നീ ഉറങ്ങുന്നില്ലേടാ? ഞാനിവിടെ ഐസിൻ്റെ ഫ്രണ്ടിലുണ്ട്. ഇരുന്നെങ്ങാനും നേരം വെളുപ്പിക്കും. അയ്യോ കുട്ടാ, നീ ഞങ്ങൾക്ക് വേണ്ടി. അത് സാരല്ല, ആൻറ്റി ഉറങ്ങിക്കോ. അങ്ങനെ അന്നത്തെ രാത്രി എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. പിറ്റേന്ന് വീട്ടിലെത്തി. നീ വന്നോ? അവൻ എങ്ങനെയുണ്ട്? അവനോക്കെയാ. ഞാൻ കയറിക്കണ്ടു. ഫോൺ കൊടുക്കുവോ? ബോറടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അവൻ. ഈ ചെറുക്കൻ ഇവൻ ICUവിലാണെന്നുള്ള ബോധം പോയോ? ഞാനും ആൻറ്റിയൊന്ന് ചിരിച്ചു. ഇനി എപ്പോൾ പോകാമെന്ന് ആൻറ്റി? അവന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. നീ ആദ്യം വല്ലതും കഴിക്ക്, എന്നിട്ടൊന്ന് ഉറങ്ങ്. ഉച്ചയ്ക്ക് ആഹാരമായിട്ട് പോകാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ റൂമിൽ പോയി. നാശം, ഫാന് കറങ്ങുന്നില്ല. മനസ്സിൽ ശപിച്ചുകൊണ്ട് താഴെ സോഫയിൽ പോയി കിടന്നു. എന്തു പറ്റിയടാ? ഫാന് പണി മുടക്കി. നീ പോയി എൻ്റെ മുറി കിടന്നേ ഇപ്പൊക്കെ. അത് പിന്നെ പോകട്ടാ, ഞാനല്ലേ പറയുന്നത്. ഞാൻ പോയി കിടന്നു. മനസ്സിൽ എന്തൊക്കെയോ ആലോചിക്കണമെന്നുണ്ട്, പക്ഷേ ഉറങ്ങിപ്പോയി. അതേസമയം ലേഖയുടെ മനസ്സിൽ ദൈവങ്ങളെ, മഹി അവനുള്ളത് കൊണ്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു. ഇങ്ങനൊരു ചെറുക്കൻ എനിക്ക് പിറന്നില്ലല്ലോ. ലേഖ മുറിയിൽ പോയി നോക്കിയപ്പോൾ അവനൊരു ഷോർട്സ് മാത്രം ഇട്ട് കാട്ടിലിങ്ങനെ നിറഞ്ഞു കിടപ്പുണ്ട്. അവളവൻ്റെ അടുക്കലിരുന്നു. പതിയെ തലയിൽ കൈ ഒടിച്ച് സ്നേഹം പകർന്നു കൊടുത്തു. മഹി നല്ല ഉറക്കത്തിലും. അവളുടെ മനസ്സിൽ പാവം കുട്ടി ഉറങ്ങട്ടെ. മൂടിക്കൊടുത്താലോ? വേണ്ട. ചെറുകിന് നെഞ്ചിലേക്ക് ഒത്തിരി രോമമുണ്ടല്ലോ. ഏട്ടന് പോലും ഇത്രയില്ല. നല്ല ഉറച്ച ശരീരം, ഒരാളിനൊത്തത്. കെട്ടുന്നവളുടെ ഭാഗ്യം. ഞാനെന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? അവൻ എൻ്റെ മകനല്ലേ, പുറത്തു പോയിട്ടിരിക്കും. അങ്ങനെ അവൾ പുറത്തിറങ്ങി സോഫയിലിരുന്നു. അന്നേരം ഡോക്ടർ ചോദിച്ചത് അവളുടെ ഓർമ്മയിൽ വന്നത്, ഇതാരാ, നിങ്ങളുടെ ബ്രദറാണോന്ന്. അത്രയ്ക്കും ചെറുപ്പം തോന്നുന്നു എന്നെ കണ്ട. അതോ മഹി ഈ പ്രായത്തിൽ തന്നെ ഒത്ത അന്നെ പോലെ ഇരിക്കുന്നത് കൊണ്ടാണോ? അവൾ വീണ്ടും റൂമിലോട്ട് പോയി അവനെ നോക്കി. അവൻ നല്ല ഉറക്കത്തില്ല. അവളുടെ മനസ്സിൽ വീണ്ടും ശരീരം നിറയെ മുടിയാണല്ലോ. ചെക്കനെ നെഞ്ചിലും പിന്നെ വരച്ചു വിട്ട പോലെ താഴേക്കും. എന്തൊക്കെയായി നോക്കുന്നത്? കണ്ണ് അവൻ്റെ അവിടേക്ക് നടക്കി. അവനെൻ്റെ അമ്മയായി കാണുന്നു. ഞാനോ? എനിക്ക് എന്ത് പറ്റി ഭഗവാനെ? ഉച്ചയായി. മഹി നല്ല ഉറക്കത്തിൽ തന്നെയാണ്. അവൾ മനസ്സിലാലോചിച്ചു. കുളിക്കണം, ഡ്രസ്സ് മാറണം. പക്ഷെ മഹി അവൻ നല്ല ഉറക്കത്തില്ല. എന്തായാലും എണ്ണീക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ അവൾ അകത്ത് കയറി വേഗൊരു കുളി പാസ്സാക്കി ഒരു കായല് മുണ്ടിപ്പോരുന്ന ശരീരമായി ഇറങ്ങി വന്നു. അവളൊന്ന് ഞെട്ടി. മഹി എണ്ണീറ്റിരിക്കുന്നു. മഹിയും ആ കാഴ്ച കൊണ്ടൊന്ന് ഞെട്ടി. ലേഖ കൈ കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ മറിച്ചു പിടിച്ചു. മഹി ആദ്യം നന്ദാളിച്ചു. പിന്നെ പെട്ടെന്ന് അയ്യോ അതിന് ഞാൻ പോയേക്കാം. അതിനെന്താ മോനെ? നീ പറഞ്ഞു കഴിയുമ്പോൾ അവൻ റൂമിൽ നിന്നും ഇറങ്ങി സോഫയിലിരുന്നു. ഡോറിനടുത്ത് അതേ വേഷത്തിൽ ഒന്ന് മറിഞ്ഞു നിന്നുകൊണ്ട് ആൻറ്റി, നീ എന്താ ഓടിപ്പോയേ? ഞാൻ നിന്നെ തിന്നു. അയ്യോ അതല്ല ആൻറ്റി. ഓക്കെ, പറയണ്ട, മനസ്സിലായി. നീ പോയി റെഡിയാകും. ഞാൻ അങ്ങനെ പോയി റെഡിയായി. മനസ്സിൽ നല്ലൊരു ചാൻസ് മിസ്സാക്കിയ വിഷമം. പോകുന്ന വഴിക്ക് ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, സാരി ഉടുത്തി സാധനങ്ങളൊക്കെ വെച്ച് എങ്ങനെ ഈ വൈകിയിരിക്കുന്നത്? ആൻറ്റിയുടെ ഒരു ചുരിദാർ ഇട്ടുകൂടെ? ഈ വയസ്സാം കാലത്ത് എന്തിനാ മോനെ വെറുതെ? അതാ ഡോക്ടർ ഇന്നലെ ചോദിച്ചേ, ഞാൻ അനിയനാണോ എന്നല്ലേ? അയ്യടാ, അത് നീ ഓർത്തിരിക്കുകയാണോ? വായി നോക്കി കിളവൻ ഡോക്ടർ. ആൻറ്റി ഒത്തിരി ചിരിച്ചു. എന്നിട്ട് അതെന്താടാ, കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇവന്മാരുടെ ഓരോ ഇളക്കങ്ങളെ. അങ്ങനെ ആരും ആൻറ്റി നോക്കണ്ട. ഞാൻ കുശുമ്പോടെ പറഞ്ഞു വെച്ചു. കൂടെ ഞാൻ അറിയാണ്ട് എൻ്റെ ഉള്ളിൽ ഭർത്താവിനെ തുറന്നു വിട്ടു. അയ്യടാ, നീ എൻ്റെ ഭർത്താവാണോ ഇനി ഇത്രയും വിഷമിക്കാൻ? ഇതാ പ്രശ്നം, ഒന്നും പറയാൻ പറ്റില്ല. ആൻറ്റി വീണ്ടും ഒത്തിരി ചിരിച്ചു. ഹോസ്പിറ്റലിലെത്തി അവനെ കണ്ട് കുറച്ച് സംസാരിച്ചു. നേഴ്സ് വന്ന് പറഞ്ഞു ICU ആണ്, ഒത്തിരി നേരം നിൽക്കാൻ പറ്റില്ല എന്ന്. പുറത്തെ ചെയറുകളിൽ ഞങ്ങൾ ഇരിപ്പായി. ഇടയ്ക്ക് ക്യാൻറ്റീനിൽ പോയി ഓരോ ചായയൊക്കെ കുടിച്ച് തമാശകളൊക്കെ പറഞ്ഞ് ആൻറ്റിയെ മനുവിൻ്റെ വയ്യായികയുടെ വിഷമത്തിൽ നിന്ന് ഞാൻ മാറ്റിയെടുത്തു.
അത് എടുത്തത് ഞാൻ തന്നെയാണ്. അങ്ങനെ ഒരു രാത്രി 8 കാണും. ഞാൻ പറഞ്ഞു, പോകണ്ടേ ആൻറ്റി, ഞാൻ കൊണ്ടുവിട്ടിട്ട് വരാം. അപ്പോൾ നീ നിൽക്കുന്നോ ഇവിടെ? ഞാൻ കരുതി ഇന്നത്തെ പോലെ നാളെയും ഉറക്കം നടിച്ച് ആൻറ്റിയുടെ കട്ടിക്കിടന്ന് സീൻ പിടിക്കാന്ന്. നിൽക്കാം, എടാ പോടാ, നിനക്ക് ഒരു കുഴപ്പമില്ല. ആ ഓക്കെ. അതായത് മനു പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, നീ പൊക്കോന്ന്. അങ്ങനെ ഞങ്ങൾ തിരികെ വീടെത്തി. ഫുഡൊക്കെ കഴിച്ച് ആൻറ്റി റെഡ് കളർ നൈറ്റിട്ട് നിൽക്കുന്നത് വല്ലാത്തൊരു ചന്തം തോന്നി. അല്ല, ഇത് പുതിയതാ, ഞാൻ കണ്ടിട്ടില്ല. പഴയതാടാ കുട്ട, അത് ഞാൻ വരുമ്പോൾ ഇടുന്നതാ. ഓഹോ, അപ്പോൾ നീ എവിടെയാണ് കിടക്കുന്നത്? സോഫയിലാ? ഇല്ല, തറയിൽ കിടക്കാം. മേലൊക്കെ വേദനിക്കും, വേണേ എൻ്റെ ബെഡിൽ കിടന്നു. അത് വേണ്ട, ഞാൻ ഇവിടെ എങ്ങാനും കിടന്നോളാം. ഓക്കെ, നിൻ്റെ ഇഷ്ടം. ആൻറ്റി കഥ കളിച്ചു പോയി. ഞാൻ അയ്യോ കളഞ്ഞല്ല ചാൻസ് ഒന്നും കരുതി. ഒരു അരമണിക്കൂറായിട്ടും ഉറക്കം വന്നില്ല. മനസ്സിൽ മൊത്തം ആൻറ്റി. പെട്ടെന്ന് ആൻറ്റി ഡോറ് തുറന്ന് വെളിയിൽ വന്നത്. നീ ഉറങ്ങിയില്ലേ? ആൻറ്റി പറഞ്ഞത് ശരിയാ, മേല് വേദനിക്കുന്നുണ്ട്, ഉറങ്ങാൻ പറ്റില്ല. അതല്ലേ ഞാനും പറഞ്ഞേ, പോയി കിടക്കുമ്പോൾ. റൂമും ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിട്ട് ആൻറ്റി അടുക്കളയിലേക്ക് പോയി. ഞാൻ അവിടെ തന്നെ കിടന്നു. അടുക്കളയിൽ നിന്നും തിരികെ വന്നിട്ട് ആൻറ്റി എന്നോട്, നീ പോയില്ലേ? പോടാ മഹി, പോയി കിടക്ക്. ഇത് ഫുള്ള് ചെറിയിരുന്ന് ഇടുപ്പും കഴുത്തൊക്കെ നല്ല വേദന ആയിരിക്കും. അപ്പം പിന്നെ 2 ഡേ ഇങ്ങനെ ഓടുന്നത് നിനക്കോ? അതിനിടയ്ക്കാണ് താറയിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ വേണേൽ എൻ്റെ റൂമിൽ കിടക്കാമെന്ന് പറഞ്ഞു. ഓക്കെ ആൻറ്റി, പോയി കിടന്നോ. ഞാൻ പെയിൻ കില്ലർ പാമ്പൊന്ന് നോക്കി നടക്കുവാൻ കിട്ടിയിട്ടുള്ളൂ. അത്രയ്ക്ക് വേദനയുണ്ടോ? ആടാ, നല്ല വേദന, കഴുത്ത് നല്ല വേദനയാണ്. ഞാൻ മരുന്നിട്ട് തരാം. ആൻറ്റിയോട് ഞെട്ടിയ പോലെ തോന്നി. എന്നിട്ട് പെട്ടെന്ന് അതിനെന്താ, റൂമിലോട്ട് വാ. ഞാൻ റൂമിലോട്ട് പോയി. ആൻറ്റി പിന്നാലെ വന്നു. ഡോറടച്ചു. ഞാൻ കട്ടിലിരുന്നു. ആൻറ്റി എനിക്കുള്ള തലയുടെയും വിരുമ്പും റെഡിയാക്കി കിടക്കാൻ ഒരുങ്ങി. അപ്പോൾ മരുന്നിടണ്ടേ? ഞാനതങ്ങ് മറന്നു. ഇട്ടതാ. ആൻറ്റി കട്ടിൽ തിരിഞ്ഞിരുന്നു. മുടിയൊക്കെ എടുത്ത് കെട്ടി വെച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ വെച്ചാൽ മരുന്ന് മുടിയിലൊക്കെ ആക്കും, ഫ്രണ്ടിലോട്ട് വെക്കാം ആൻറ്റിയെ. ആൻറ്റി മുടിയൊക്കെ ഒരു സൈഡ് ഫ്രണ്ടിലായിട്ട് ഇട്ടു. നല്ലോണം എന്താ പറയുക, എൻ്റെ എല്ലാം പോയി തുടങ്ങി. ഞാനിങ്ങനെ അറിയാണ്ട് നോക്കിയിരുന്നു പോയി. പെട്ടെന്ന് ആൻറ്റി, ചെക്ക നീ എന്തെടുക്കുക, മരുന്നിട്ടേ. ആൻറ്റി കുറച്ച് മരുന്ന് കയ്യിലാക്കി ഞാൻ അവിടെ തേച്ച് കൊടുത്തു. എന്തൊരു സോഫ്റ്റാണെന്നറിയോ. ഞാൻ മെല്ലെ ഒഴിയാൻ തുടങ്ങി. പെട്ടെന്ന് ഞാനത് ശ്രദ്ധിച്ചത്. ആൻറ്റിയുടെ കഴുത്തിൽ നല്ലോണം രോമാഞ്ചം വരുന്നുണ്ട്. ദൈവമേ, ലേഖയ്ക്ക് ആവുന്നുണ്ടോ? അതേസമയം ലേഖയുടെ മനസ്സിൽ, ദൈവമേ, ഏത് നേരത്താണോ മേലുവേദന എന്ന് പറയാൻ തോന്നിയത്. അവൻ്റെ പരുക്കൻ കഴുത്തിലൊഴിയുമ്പോൾ എന്തൊരു സുഖം, ഭാഗ്യം. അവന് നേരെ മുഖം കൊണ്ടുതിരിക്കാത്തത് സഹിക്കാൻ പറ്റില്ല. ഏട്ടൻ അവസാനമായിട്ട് ഇതാക്കിയിട്ട് 2 കൊല്ലം മുന്നേ. ഇതുവരെയുള്ള എല്ലാ ആഗ്രഹങ്ങളും ഒറ്റ നിമിഷത്തിൽ പൊട്ടിയിരിക്കുകയല്ല ദൈവമേ. അവൾ മനസ്സിൽ പറഞ്ഞ് തീരും മുന്നേ അവൾക്ക് പോയി. പെട്ടെന്ന് തിരിഞ്ഞു കൊണ്ട് ആൻറ്റി, മതി മഹി, ഇപ്പം നല്ല ആശ്വാസമുണ്ട്, നീ കിടക്ക്. ഓക്കെ ആൻറ്റി. ആൻറ്റി അതും പറഞ്ഞ് വാഷ്റൂമിൽ പോയി. അതേസമയം മഹിയുടെ മനസ്സിൽ, സെറ്റായിട്ട് നിൽക്കുമല്ലോ, അതിനൊന്ന് സെറ്റാക്കിയാലോ. അപ്പോഴേക്കും ആൻറ്റി വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്നു. ഞാനാണേ കൈമൊത്തും പറഞ്ഞാൽ ഞാനൊന്ന് കഴുകട്ടെ. അങ്ങനെ ബാത്റൂമിലേക്ക് മഹി ഓടിക്കയറി. ലേഖയ്ക്ക് അബദ്ധം പറഞ്ഞെന്ന് മനസ്സിലായി. അതായത് പോയില്ലേ, അതെടുത്തിട്ട് ഹാൻഡിലിട്ടപ്പോൾ ആൾ തിരിച്ച് വന്ന്. ലേഖ ഉള്ളിൽ പേടിയോടെ കട്ടിൽ കിടന്നു. ഇനി അവൻ കാണുമോ ഈശ്വര? അവനങ്ങനെയൊന്നും ചെയ്യില്ല, മനസ്സിൽ പറഞ്ഞുകൊണ്ട് കിടന്നു. മഹി കൈ കഴുകി തിരിഞ്ഞു നോക്കിയപ്പോൾ ആ തുണികൾ അവൻ പെട്ടെന്ന് തന്നെ ഓരോന്ന് പരതാൻ തുടങ്ങി. അതെ, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്ന് തന്നെ. അവൻ മെല്ലെ അതിനെടുത്തു. നോക്കിയപ്പോൾ എന്താ, കണ്ണ് തള്ളിപ്പോയി. അവൻ്റെ കണ്ണുകളെ ശക്തിയായിട്ട് വീണ്ടും ഒന്നും കൂടെ നോക്കി. എന്തൊരു നനവാന്നറിയോ അവൻ്റെ മനസ്സ്. കുറേ കാലത്തെല്ലാം ഞാനൊന്നത് ആക്കിയപ്പോൾ തന്നെ പോയില്ലേ എന്നായിരുന്നു. ഇരുന്നെടുത്ത് തന്നെ ഇട്ടേക്കാം. വെള്ളിറങ്ങി നോക്കിയപ്പോൾ ആൻറ്റി കിടക്കുക. ഞാനും പോയി അടുത്ത് കിടന്നു. ചോദിച്ചു, ആൻറ്റി ഉറങ്ങിയോ? ഒരു ഞെട്ടലോടെ, ഇല്ലടാ. വേദന മാറിയോ? അയ്യോ, എല്ലാ വേദനയും മാറിയേ, നീ കിടന്നുറങ്ങി പോയേ.
ലേക്ക് മനസ്സിൽ ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങി. എനിക്കിത് എന്ത് പറ്റി? ഏട്ടനല്ലാതെ ഒരാണിൻ്റെത് തൊട്ടപ്പോൾ തന്നെ ഇത്രയോ? ശരിയാ, കുറേ ആയില്ലേ നടന്നിട്ട് തന്നെ. എങ്കിലും മഹി അവൻ്റെ കൂട്ടുകാരനല്ലേ, അവനാക്കുമ്പോൾ എന്തിനെങ്ങനെ? പിന്നെ പെണ്ണല്ലേ, എനിക്കൂല്ലേ ആഗ്രഹങ്ങൾ. എങ്കിലും മഹി കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയൊന്നും വേണ്ട. അവനോട് കുറച്ച് അകലം പാലിക്കണം. നാളെ തന്നെ അവന് ഫാൻ വാങ്ങിക്കൊടുക്കണം. മനസ്സിലുറപ്പിച്ചുകൊണ്ട് ലേഖ കിടക്കാൻ തുടങ്ങി. അന്നേരം അടുത്ത് കിടക്കുന്ന അതൊക്കെ ഒന്ന് ആഹ്ലാദത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും രാത്രിയായിരുന്നു. ഞാൻ കാരണം എൻ്റേതിനെ ഒന്ന് പോയില്ലോ, ഇനി ചത്താലും വേണ്ടിയില്ല എന്നായിരുന്നു മഹിക്ക്. ഞാൻ വീണ്ടും ആൻറ്റി ഉറങ്ങിയോ? ഉറക്കം വരുന്നില്ലയോ? നീ ഉറങ്ങിക്ക ചെക്ക, നാളെ ഹോസ്പിറ്റലിൽ പോകണ്ടേ? ലേഖ ഷട്ടറിട്ടു. മഹിയുടെ മനസ്സിൽ ഒന്നാ തൊട്ടാലോ? വേണ്ട, ആക്രാന്തം ഒന്നിനും നല്ലതല്ല. എങ്കിലും ഒന്ന് ട്രൈ ചെയ്താലോ? ആൻറ്റി മറുപടി ഒന്നും തന്നില്ല. പുറന്തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. അതൊക്കെ നല്ലവണ്ണം കാണുകയും ചെയ്യും കേട്ടാ. നീ ഇവിടെ കിടക്കുന്ന കാര്യം ആരോടും പറയരുത് കേട്ടോ. അതെന്താ? പുറമേ ഉള്ളവർക്ക് നീ എനിക്ക് അന്യപുരുഷനാടാ. എടാ പൊട്ടാ, കിടന്നുറങ്ങ്. ആൻറ്റി ഒരു ചിരി കിട്ടും. അങ്ങനെ അവിഹിതം. വൃത്തികേട് പറയാതെ ഉറങ്ങടാ. പുറമേ ഉള്ളവർക്കല്ലെങ്കിലും മനുവിനോട് പറയാമല്ലോ അല്ലേ? ഞാനത് കുത്തി ചോദിച്ചു. അയ്യോ ഡാ, കളിക്കല്ലേ നീ. ഞാൻ ആലോചിക്കട്ടെ. പൊന്നു കുട്ട, ഒരു ആലോചനയും വേണ്ട. ഓഹോ, പൊന്നു കുട്ടനോ? അപ്പോൾ അത്രയ്ക്ക് സ്നേഹമായോ എന്നോട്? ആടാ, നീ ഉള്ളതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെ സമാധാനത്തോടെ കിടക്കുന്ന എൻ്റെ മനു. മതി, മനസ്സിലായി. ആൻറ്റി പറഞ്ഞു തീർക്കും മുന്നേ ഞാൻ ആ സംസാരം നിറച്ചു. എന്തിനേയും മൂട് കളയുന്നത്? എന്നിട്ട് ഞാൻ ആൻറ്റി കഴുത്ത് വേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഇടുപ്പിലും വേദനയില്ലേ? ഞാൻ തടവണോ? ലേഖയുടെ മനസ്സിൽ എന്തൊക്കെയോ സുഖങ്ങൾ പിന്നി മാഞ്ഞു. ആൻറ്റി പറയേ. ഇന്നിന് വേണ്ട, നാളെ നോക്കാം. ഈ ചെക്കനത് എങ്ങോട്ടാ? കഴുത്തിലെ ഒഴിച്ചിൽ, അതിൻ്റെ ഒരു തരിപ്പ് ഇതുവരെ താഴെ മാറിയിട്ടില്ല. അപ്പോഴാ ഇടുപ്പിൽ. അല്ല, അവൻ ചെയ്തോട്ടെ, എനിക്ക് നല്ലോണം താവണം. എന്നാൽ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദ്യത്തിന് വരാമെന്ന് തന്നെ മറുപടിയാണ്. മഹിയല്ലേ, അവൻ ഒഴിഞ്ഞെന്ന് വെച്ചാൽ ആകാശ് ഇടിയാനൊന്നും പോയിരുന്നില്ല. ഇത്രയും കാലം വെളിയിലുള്ള ആൾക്കാരൊക്കെ നോക്കിക്കൊതിച്ചപ്പോൾ ആരുടെയും മുഖത്ത് കൂടെ ഞാൻ നോക്കിയിട്ടില്ലല്ലോ. സ്വയം ഇതാക്കാനും വയ്യ. സ്വന്തമായിട്ട് എന്താ പറയുക, ഒരു സുഖമല്ല. ഒന്നിതാക്കിയെന്നും വെച്ചിട്ട് ഒന്നും ആവൂല അല്ലേ? മഹിയുടെ മനസ്സിൽ വീണ്ടും ആൻറ്റിയുടേതൊക്കെയായിരുന്നു. അതൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുക. അവൻ ഓരോന്നിങ്ങനെ ആലോചിച്ച് കിടന്നുറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ മഹി, എനിക്ക് പോണ്ടേ, ഇതിന് നേരത്തെ വരാം. അതെന്തിനാ? വരും വഴിക്ക് കുറച്ച് തുണികൾ വാങ്ങാനുണ്ട്. ഈ അലമാരയിലുള്ളത് പോരല്ലേ? ഇങ്ങനെ അറിയാതെ വീണ്ടും ഭദ്രാ ഉദ്യോഗസ്ഥനായിപ്പോയി. കുറച്ച് കാലം കഴിഞ്ഞ് കല്യാണമൊക്കെ ആയിട്ട് മോൻ്റെ സുന്ദരിയോട് അത് പറയട്ടാ. ആൻറ്റി സുന്ദരിയാ. അയ്യടാ, കൊഞ്ചത് പോയി കുളിച്ച് റെഡിയാകാൻ നോക്കി. ഈ ബാത്റൂമിൽ പോയിക്കോ, സമയം കളയണ്ട. ഇവിടെ ആകുമ്പോൾ ഹീറ്ററുണ്ട്. എന്നിട്ട് ഞാൻ ഓക്കേന്നും പറഞ്ഞ് ബാത്റൂമിൽ കയറി. ആദ്യം ആൻറ്റിയുടെ അതൊക്കെയാണല്ലോ ഞാൻ തപ്പുക, സ്വാഭാവികം. അങ്ങനെ ഹീറ്റർ ഓണാക്കി നോക്കിയപ്പോൾ ചൂടുവെള്ളം വരുന്നില്ല. ഞാൻ പറഞ്ഞു, ആൻറ്റി ഒന്നിങ്ങി വന്നേ, വെള്ളത്തിന് ചൂടൊന്നുമില്ല. വിളി കേൾക്കുന്നില്ലല്ലോ. ആരും തുറന്നു. അപ്പോൾ തുറന്ന് നോക്കാം. പുറത്തിറങ്ങിയപ്പോൾ ആൻറ്റി ഹോളിൽ നിന്നും സാരിയുടെ ഞൊറിയും പിടിച്ച് ഇങ്ങനെ റൂമിലോട്ട് വരുന്നു. കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. എന്തെങ്കിലും മാടി വിളിക്കുന്നുണ്ട്, പക്ഷേ കൺട്രോൾ ചെയ്തല്ലേ പറ്റൂ അല്ലേ? എന്താണ് ചെക്ക? എൻ്റെ നോട്ട് കണ്ട് ആൻറ്റി പെട്ടെന്നൊരു കട്ടിൽ കിടന്ന ഇതെടുത്തിട്ട് മേലോട്ടിട്ട് അതങ്ങ് അവസാനിപ്പിച്ചു. ഞാൻ കാര്യം പറഞ്ഞു. എൻ്റെ സാരി കേടാകുമല്ലോ, നോക്കട്ടെ. അകത്ത് കയറി കുറച്ച് കഴിഞ്ഞ്, എടാ വെള്ളം ചൂടാക്കാൻ കുറച്ച് ടൈം കൊടുക്ക് പ്ലീസ്. അത്രേ ഉള്ളൂ. ആൻറ്റി ഒന്ന് ആക്കി ചിരിച്ചു. ആൻറ്റിയുടെ നോട്ടം ഇടയ്ക്ക് എൻ്റെ വയറ് താഴെയായി. പെട്ടെന്ന് കണ്ണെടുത്തു. ഞാൻ കുളിക്കാൻ കയറി കുളി തുടങ്ങി. ലേഖയുടെ മനസ്സിൽ, ദൈവമേ, എന്താ ഞാൻ കണ്ടേ? ഈ ചെക്കനിനി എന്നെ കണ്ടിട്ടാണോ? മഹി അങ്ങനെയൊന്നും ചെയ്യില്ല. അവനെ കെട്ടുന്നവളുടെ ഭാഗം എല്ലാം ഒത്തത് തന്നെയാണ്. അറിയാതാണെങ്കിലും ഇന്ന് അവൻ്റെ അതും കണ്ട് അവനെപ്പോലെ തന്നെ നല്ലതുണ്ട്. ആട്ടെ,
എന്തിനാ എൻ്റെ ഇതൊന്നും ഇതാവണേ? ഷോ, ഞാനിത് എന്തൊക്കെ ചിന്തിക്കുന്നത്. എന്തായാലും ഏട്ടനെക്കാളും കേമന മഹി. നല്ല ആരോഗ്യവും എന്താ പറയുക, മനുവിനെ തന്നെ ഒറ്റയ്ക്കെടുത്ത് പൊക്കി പുഷ്പം പോലെ കൊണ്ടുപോയില്ലേ. ഏട്ടൻ എന്നിവരെ എന്നെ എടുത്ത് നോക്കിയിട്ടില്ല. എന്തിന്? അതാക്കുമ്പോൾ തന്നെ ഒരാരോഗ്യമില്ലാത്ത മനുഷ്യൻ. ഇത്രയും ഭാഗ്യം, അത്രേ ഭാഗ്യമേ ഉള്ളൂ. അങ്ങനെ അവൻ അന്ന് ഹോസ്പിറ്റലിൽ പോയി മനുവിൻ്റെ സുഖവിവരങ്ങൾ തിരക്കി. അതേ ചെയറിലിരുന്ന് മനഃപൂർവ്വം എന്നോണം തിരികെ വരുമ്പോൾ ഒരു ഷോപ്പിൽ കയറി. എന്ത് വേണമെന്ന ചോദ്യത്തിന് ആൻറ്റി ഇന്നോസെന്നെ ഞാനൊന്ന് ഞെട്ടി. ആൻറ്റി ആ സെക്ഷനിലോട്ട് പോയി എന്നെ കണ്ണുകൊണ്ട് വിളിച്ച് വാടാ ഇങ്ങോട്ടൊന്ന്. ഞാനും പോയി. ആൻറ്റി പറഞ്ഞു, അളവൊക്കെ പറഞ്ഞു. ഞാൻ ഓർത്തു എന്ത് സിയും ഡിയും ഒക്കെ. എന്തിലാകട്ടെ, ആൻറ്റി എന്തൊക്കെയോ വാങ്ങി. തിരികെ പോകും വഴി ആൻറ്റി ഈ സിയും പിന്നെ ഡിയൊക്കെ എന്താ? ഇടച്ചക്ക അതൊക്കെ ഓരോ അളവുകളാണ്. ഞങ്ങൾ ആണുങ്ങൾക്ക് രണ്ടിടം വിട്ട് ഓരോന്നത് ലെറ്റേഴ്സ് വരില്ലല്ലോ. അയ്യോ എടാ, അതൊക്കെ ഓരോ അളവാന്ന്. അപ്പോൾ അതിങ്ങനെ മാറുമോ? അത് ഞാനത് തടിച്ചു. അപ്പോൾ പഴയതൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഒരു വീർപ്പ് മുട്ടലാടാ. അതാ. ഓ അങ്ങനെയാണല്ലേ. ഓരോന്ന് പറഞ്ഞ് വീടെത്തി. ആൻറ്റി വാങ്ങിയ തുണികളൊക്കെ എടുത്ത് അകത്തേക്ക് പോയി ഡോറടച്ചു. ഒളിഞ്ഞു നോക്കായിരുന്നു. അങ്ങനെ ആൻറ്റി സാരി മാറ്റാണ്ട് ഇറങ്ങി വന്നു. കഴിക്കണ്ടേ? ക്യാൻറ്റീനിൽ നിന്നും വാങ്ങിയ പൊറോട്ടയും ബീഫും കഴിക്കാം, ബാ. ഞാൻ കുളിക്കണ്ടേ? വിശക്കുന്നടാ, വായോ. ഓക്കെ. ആഹാരമൊക്കെ കഴിച്ചൊരു 10 മണിയായി കാണാം. ആൻറ്റി റൂമിലോട്ട് പോയി. ഞാനും കൂടെ പോയി. കുളിക്ക് പോ. മരുന്നിടണ്ടേ? അത് കിടക്കുമ്പോഴാ. ഞാൻ പോയി കുളിച്ചു. അതിന് നല്ലോണം സെറ്റാക്കി. ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. ആൻറ്റിയും പിന്നാലെ പോയി കുളിച്ച് പാസ്സാക്കി. ഒരു നേരത്തെ ഇതൊക്കെ ഇട്ട് അതപ്പാട് നനഞ്ഞിട്ടുണ്ട്. തുണിയായി കിടന്ന് പനി വരുത്തിക്കണ്ട. ഞാൻ കോട്ടിരിക്കൽ നിർത്തി. ആൻറ്റി അത് അകത്ത് ഡ്രസ്സ് മാറ്റിയത് കൊണ്ടാടാ. നല്ല ക്ഷീണം. ഇന്നിപ്പോൾ കാല് നല്ല വേദന. മുട്ടിന് മുകളിൽ നിന്ന് അറ്റു പോണ പോലെ. ഇവിടെ ഇരിക്കും, ഞാൻ നല്ലോണം തിരുമ്മിത്തരാം. ഓക്കെ. കാല് രണ്ട് നീട്ടിയിരിക്കട്ടോ. ആൻറ്റി എന്നെ ഓപ്പോസിറ്റായിട്ടിരുന്നു. ഞാൻ ആദ്യം മരുന്നില്ലാതെ ഒഴിയാമെന്ന് പറഞ്ഞു. ആൻറ്റി തലയാട്ടി. കാലൊക്കെ നല്ല ഭംഗി. മുട്ടിന് താഴെ വരെ കാണുകയും ചെയ്യാം. ഞാൻ എണ്ണീറ്റിൽ നിന്ന് എന്നിട്ട് 2 കാലും ഓരോ കൈകളിലായിട്ട് വെച്ച് എൻ്റെ കൈ മറിഞ്ഞതും അതിൻ്റെ രോമങ്ങളൊക്കെ എണ്ണിക്കാൻ തുടങ്ങി. ഞാനത് ശ്രദ്ധിച്ചു. ഞാൻ നോക്കുന്നത് ആൻറ്റിയും കണ്ടു. ഞാൻ മെല്ലെ ഒഴിഞ്ഞു തുടങ്ങി. എൻ്റെ മേലാസകലം ചൂടായി തന്നെ പറയാം. രക്തയോട്ടം നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. നെഞ്ചൊരു സൈഡ് ഇടിച്ചുകൊണ്ടിരിക്കുക. വലിയ താമസമില്ലാതെ ആൻറ്റിയുടെ കാലുകളിലും നല്ല ചൂട്. ഞാൻ ആൻറ്റിയൊന്ന് നോക്കി. ആൻറ്റി എന്നെയും. വാക്കുകൾ കിട്ടാതെ രണ്ടാളും പരസ്പരം നോക്കി. അങ്ങനെ ഞാൻ പതിയെ അതിങ്ങനെ പൊക്കി. പേടിച്ചുകൊണ്ട് ആണെന്നുണ്ടെങ്കിലും പക്ഷേ ആൻറ്റിക്ക് മനസ്സിലായി എന്തോ ഞാൻ ട്രൈ ചെയ്യാണ്. ഞാനൊന്ന് പേടിച്ചു പോയി. അപ്പോൾ മുട്ടിന് മുകളിൽ വേദനയില്ലേ? ഇല്ല. ഉറപ്പാ? ഞാനൊന്ന് ചിരിച്ചുകൊണ്ട് വീണ്ടും താഴേക്കിനെ ഇതാക്കി. അങ്ങനെ ആൻറ്റിയുടെ ശ്വാസഗതി ഉയരുന്നതാണ് ഞാൻ അറിഞ്ഞു. പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് മതിയെന്നും പറഞ്ഞ ആൻറ്റി. മരുന്നിനിയാ ഇടാൻ പോകുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. മാറ്റി കിട്ടാൻ മതി. പിന്നെ ഇങ്ങോട്ടിരുന്നേ. മര്യാദയ്ക്ക് അതൊന്ന് സെറ്റാക്കട്ടെ. നല്ലോണം മരുന്നിട്ടൊന്ന് ഒഴിഞ്ഞു വിടാം. ആൻറ്റി മനസ്സോടൊന്ന് മൂളി. ഓക്കേന്ന്. ഇനി കൈ മുകളിലോട്ട് താക്കാൻ അനുവദിക്കരുത്. ലേഖ മനസ്സിലുറപ്പിച്ചു. മഹി അന്നേരം ബാത്റൂമിൽ പോയി. അതൊക്കെ ഒന്ന് സെറ്റാക്കി ഒരു കയ്യിലും മുണ്ടിലായിട്ട് ലേഖയുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ആൻറ്റി ഒന്ന് കിടന്നേ. അതെന്തിനാ? പറയുന്ന കേക്ക്. കാലുവേദന മാറണ്ടേ? അതെങ്ങനെയാ? ആൻറ്റിയുടെ കൊലുസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവൻ അതിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. ലേഖയുടെ അടുത്ത് ഒന്ന് സെറ്റാവാൻ കുറേ നേരം അതൊക്കെ സെറ്റായിട്ട് ഇരിക്കുക. പിന്നെ അവൻ്റേതിങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്നത് അവൾ ശ്രദ്ധിക്കുകയും ചെയ്തു. ദൈവമേ, ഇതെങ്ങോട്ടാണ് അവൻ്റെ പോക്ക്? നിൻ്റെ പോക്കോ? മനസ്സിൽ മാറി ചോദ്യം. പൊടുന്നനെ അവൻ മരുന്ന് 2 കൈയിലും ആക്കി നല്ലവണ്ണം ഒന്ന് പുരട്ടി. മരുന്നിൻ്റെ തണുപ്പ് നല്ലോണം അറിയാം. പക്ഷേ കാലിൻ്റെ ചൂടിൽ ആ തണുപ്പൊക്കെ കെട്ടണിയുന്നു. സഹിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ കൈകൾക്ക് എന്തൊരു ശക്തിയാണെന്നോ.
മഹിലേക്കയോട്. ആൻറ്റി ദേഹമൊക്കെ നല്ലോണ്ടതാണല്ലോ. ഓ, നിനക്ക് പിന്നെ ഊട്ടിയുടെ തണുപ്പാണല്ലോ ചെക്ക. മഹി ഒന്ന് ചിരിച്ചു. മഹി, നീ ഇതാരെങ്കിലും പറയോ? ഏത് ചെക്ക? നീ അടി വാങ്ങുവേ. എൻ്റെ പൊന്നാൻറ്റി, മരുന്നിടുന്നതൊക്കെ പറഞ്ഞില്ലപ്പോൾ എന്താ? ആൻറ്റി എന്നെ കൊല്ലുന്നൊരു നോട്ടം നോക്കി. എന്നെ വരട്ടെ എന്ന ഭാവത്തിൽ ഞാൻ മുകളിലോട്ട് പോയി കഴുത്തിരുതാക്കി. ഈ ചെക്കൻ. ആ, ഇനി ഞാൻ ആരോടും പറയില്ല എൻ്റെ ആൻറ്റി. ഞാൻ കവിളിത്തലോടി. ആൻറ്റിയുടെ കണ്ണുകൾ എൻ്റെ കണ്ണിലുടക്കി. ആൻറ്റി എന്തുദ്ദേശം? ഞാൻ പറഞ്ഞു, ഒന്ന് കാരണം. എന്ത്? അതറിയില്ലേ? മഹി, വേണോ? ആരെങ്കിലും അറിഞ്ഞാൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആരറിയാൻ? എൻ്റെ വയനൊന്നും വീഴില്ല. എൻ്റെ ഈ പൊന്നാണ് സത്യം. ഞാൻ തലയിൽ കൈവച്ച് സത്യം ചെയ്തു. ആൻറ്റി ഒന്ന് എണ്ണീറ്റിരുന്നു. എന്നിട്ടെന്നോട്, എന്നെ മുതല ഇത് തുടങ്ങി? അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ജീവനാണ് എനിക്കിപ്പോൾ. നിൻ്റെ അമ്മയുടെ പ്രായമുണ്ട്. പിന്നെ മനുവിൻ്റെ അമ്മയല്ലേ മോനെ ഞാൻ. എൻ്റെ രേഖ. ആൻ്റിയുടെ കണ്ണുകൾ വിടർന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മൊത്തത്തിലൊന്ന് നിൽക്കുകയാണല്ലേ നീ. പക്ഷേ നിന്നെ വിട്ട് കളയാൻ എനിക്കൊരു മടിയുണ്ട്. എന്നിട്ട് നീ എൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കവിളിലൊന്നും കൂടി ഇതാക്കിയിട്ട് അരിപ്പിൽ തന്നെ അങ്ങനെ ഇരുന്നു. മൃദുവായിട്ടുണ്ട്. വായിക്കട്ടാ, എനിക്ക് പേടിയാടാ. ഞാനില്ലേ നിനക്ക് എൻ്റെ ലേക്കെ. ഞാൻ ആൻറ്റി ഒന്ന് സെറ്റാക്കി കട്ടിലിൽ കയറിയതായി. ഞാൻ എല്ലാം ഒന്ന് താക്കിക്കോട്ടെ. ആടെ കൂട്ടാ, എൻ്റെ കൂട്ടിന് എന്താ വേണ്ടേ? ഒരു സാരി എടുത്ത് വരാവോ? ഈ സമയത്തോ? വേണം പ്ലീസ്. ഞാൻ കെഞ്ചി. അങ്ങനെ പിന്നെ 15 മിനിറ്റോളം ഞാൻ പുറത്ത് നിൽക്കേണ്ടി വന്നു ഒന്ന് ഒരുങ്ങിക്കാണാൻ വേണ്ടിയിട്ട്. സാഹി കേട്ടപ്പോൾ ഞാൻ ഡോറിൽ വിട്ടി. എടച്ചക്ക അടങ്ങിക്കേ, കഴിയാറായി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോർ ഓപ്പണായി. ഞാനൊന്ന് അന്താളിച്ചു. ഓ ദേവത, സത്യം ഇത് ഞാൻ മൊത്തത്തിലൊന്ന് ഇതാക്കും. ഇതൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. മൂന്നിൽ കയറി ഡോറടച്ചു. ആനയുടെ മുഖം ചുവന്ന തൊടുത്തിരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, എന്നെ ഇഷ്ടമാണോ? മറുപടി എന്നെ അതിശയിപ്പിച്ചു. ശരിക്കും അവിടെ കലാപരിപാടികളെ തുടക്കമായിരുന്നു. പിന്നെ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറയണ്ട. പല രീതിക്കും പല തരത്തിലും അവരങ്ങനെ അങ്ങ് ഒന്നായി. നല്ല തക്കർപ്പം പരിപാടിയായിരുന്നു കേട്ടോ. പിന്നെ 2 വർഷം കിട്ടാണ്ടിരുന്നില്ലേ, കിട്ടിയതല്ലേ. അപ്പോൾ അവൾ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അവൾ തകർത്തടക്കി. ഒക്കെ കഴിഞ്ഞു. ഒക്കെ കഴിയാൻ കുറേ സമയം എടുത്തിട്ടോ, എണ്ണമില്ല, അത്രയ്ക്കും പോയിട്ടുണ്ട്. അവസാനം എല്ലാം കഴിഞ്ഞൊന്ന് സെറ്റായപ്പോൾ ആ സിന്ദൂരത്തിൽ അവനൊന്ന് മുത്തി. എന്നിട്ട് ചോദിച്ചു, ഇനി ഇതിൻ്റെ അവകാശി ഞാനായിക്കോട്ടെ അല്ലേ? അപ്പോൾ അവകാശ പറച്ചിലോട് കൂടി നമ്മുടെ കഥയും ഇവിടെ തീരുക. അടുത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് വരും കഥയിൽ കേൾക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു കഥയായിട്ട് വരുന്നത് വരെ ബൈ. കൂടെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാനും കൂടെ മറക്കണ്ട.